നിങ്ങൾ വിളിക്കോ അയ്യപ്പാന്ന് നിങ്ങൾ വിളിക്കോ. അപ്പൊ മുമ്പുള്ള ആളുകൾ ബേജാറിച്ചാ വിളിക്കൂല. കണ്ടോ, എന്നാ സക്കരിയ സാറായി വിളിക്കാന്നാ പറയുന്നത്. എന്തിനാണ് ഹനീഫ മുസ്ലിയാരെ ഇങ്ങനെ അതപ്പതിക്കുന്നത്? അനസ് മുസ്ലിയാരെ ഇങ്ങനെ അതപ്പതിക്കുന്നത് എന്തിനാ? ഈ ക്ലിപ്പൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ക്ലിപ്പ് ജനങ്ങളെ മുമ്പിലുള്ളപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണേ. കുറെ എണ്ണം ഇവിടെ കേൾക്കാൻ തന്നെ വന്നിട്ടില്ല KNM-ൽ. കാരണം കേട്ടാ പേച്ചു പൊങ്ങി വെച്ചിട്ട്. എന്ന് മാത്രല്ല, പാലക്കാട് പരിപാടി നടന്ന പൊരുത്തം പറഞ്ഞെന്താ അറിയോ? അത് കേട്ട കാഫറായി മരിച്ചു പോകുന്നതാണ്. അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് KNM-ലെ ചില ആളുകൾ. അവർക്കിത് കേട്ടാൽ തെറ്റിപ്പോകുന്നു പേടി. അത്രയുള്ള പോലെ ഈമാന്. ഇത് തെറ്റിദ്ധരിപ്പിച്ചതാ സുഹൃത്തുക്കളെ. ആ ക്ലിപ്പ് ഒന്ന് കണ്ടോളി. ഞാൻ പറഞ്ഞത് കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിക്കുന്നത്. ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചുവിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചുവിട്ടൂടാ. കണ്ടോ? അപ്പൊ എല്ലാ സഹായത്തോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ടം ശിർക്കാന്തിൽ വന്നിടോ. വൈരുദ്ധ്യാണ്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞാലോ, ഇവിടെ നിറങ്ങിയാൽ ഇതാ സംഘടന ഫലരാൻ പോവാണ്. അന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോലെ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങി ആ സംഘടന രണ്ട് കഷ്ണമാകാൻ പോവാണ്. സംഘടന ചിത്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണോ ഓർക്കുന്നത് അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും. സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ചിദ്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഒന്നണ്ട് ഒപ്പിട്ടൂടെ സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞല്ലോ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പോകുമ്പോ അയ്യപ്പൻ വിളക്കിന് വണ്ടി കൈയാട്ടി നിർത്തി പൈസ എടുക്കൂല. പറയണ വണ്ടിനും വിളിക്കട അയ്യപ്പ ശരണം വിളിക്കണം. വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം. നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവില്ലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ് നീ നിർബന്ധിച്ച് ഒപ്പിടിച്ചാൽ പറയുന്നത് കേട്ടോ. അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ടു. ഞാനെന്താ TP പറഞ്ഞത് പ്രശ്നം ഇവിടെ തീരുന്നില്ല. നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം ഇവിടെ തീരും. പിന്നെ നമ്മക്കടെ രണ്ടഭിപ്രായം ഉണ്ട് എന്നറിയില്ല. നമ്മൾ എന്തിനാ രണ്ടഭിപ്രായം ഉണ്ടാവുന്നത്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്റെ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതിലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽമന്റെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുൽ അലീമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല. ആ നിലക്ക് ഞാന് ഒരു ഫിത്ന ഒഴിവാക്കാൻ, ചിത്രത ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. പക്ഷെ പിറ്റേന്ന് തുടങ്ങി ജാമ്യന്ന് പ്രചരണം ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും നേരിടുന്നത് പോലെ നിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരിയ ഒപ്പിട്ടത്. അപ്പൊ പിന്നെ സലഫിന്റെ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത് മഞ്ചേരിക്ക്? കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അനസിന് ഫോൺ ചെയ്തു, അനീഫാക്ക് ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എന്നിട്ട് പറയാ 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ടെന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്നിതാ. മനസ്സിലായില്ല വിഷയം? ഇതാണ്. ഇതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അയ്യപ്പാന്ന് വിളിക്കൂലെ നമ്മള് നിർബന്ധിക്കുമ്പോ, ഭീഷണിപ്പെടുത്തുമ്പോ അത് വിളിച്ചിട്ട് വിളിക്കോ നിങ്ങൾ വിളിക്കോ ഇയാള് വിളിക്കാന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? യഥാർത്ഥത്തിൽ സൂറത്ത് നഹ്ൽ 106 ഇന്ന് നിങ്ങൾ പോയി നോക്ക്. ചെറിയ മുണ്ടോ കുഞ്ഞോ എന്ന് പറപ്പൂരും അതിൽ കൊടുത്ത അടിക്കുറിപ്പ് എന്താ അറിയോ? അള്ളാഹു നോക്കുന്നത് മനുഷ്യരുടെ മനസ്സിലേക്കാണ്. മനസ്സിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അവിശ്വാസ പ്രഖ്യാപനം നടത്തുകയോ വിഗ്രഹ പൂജ നടത്തുകയോ ചെയ്തു പോയാൽ അയാൾ കുറ്റക്കാരനല്ല. അയ്യപ്പന്ന് വിളിക്കല്ല, വിഗ്രഹ പൂജന് നിർബന്ധിക്കപ്പെട്ട് ചെയ്താലും കുറ്റക്കാരനല്ല. അമാനി മൗലവി എഴുതിയുണ്ടോ? സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്നൊഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറ അമ്മാർ ഇബ്നു യാസിറിന്റെ വിഷയത്തിലാണ് ഇല്ലാമൻ നുക്രിഹ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം.
ഈ ആയത്ത് നിർബന്ധിക്കപ്പെട്ടാൽ കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ കുറ്റല്ല എന്ന ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താ? അതാ പറയുന്നത്. ശത്രുക്കളുടെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്ത് രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ വേണ്ടി റസൂലിനെ ചീത്തറിന്, പിന്നെ അവരെ ദൈവങ്ങളെ പറ്റി എന്ത് ചെയ്തു? പിന്നെ നല്ല വാക്കും പറഞ്ഞു. ആ വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തന്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. തന്റെ മനസ്സ് ഈമാൻ കൊണ്ട്, സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഫഉദ്, അവർ ഇനി ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെ പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിന്റെ വിധി പൊതുവായിട്ടുള്ളതു തന്നെ. അപ്പൊ അമ്മാർ ബിൻ യാസിർ ചെയ്ത പോലെ ഞാൻ ചെയ്തു എന്ന് വെച്ചോളി. അമ്മാർ ബിൻ യാസിറിന് തുടരെ മർദ്ദനം ഉണ്ടായപ്പോ അവർ ദൈവങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞു, റസൂലുള്ളാഹിനെ കുറിച്ച് പഴിവാക്ക് പറഞ്ഞു. റസൂലിനോട് പറഞ്ഞു നിന്നെ നിർബന്ധിച്ചതല്ലേ, ഇനി അവർ നിർബന്ധിച്ച ഇനി നീ അങ്ങനെ ചെയ്തോ? ആ ഒരു ഓപ്ഷൻ ഞാൻ എടുത്തു. അപ്പൊ ചില ആൾ ചോദിക്കാം, ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കല്ല് വെച്ചിട്ടൂടി പിന്തിരിഞ്ഞല്ലോ, അഹദ് സക്കരിയ സലൈക്ക് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അത്ര ഈമാൻ എനിക്കില്ല എന്ന് വെച്ചോളി. ഞാൻ അമ്മാർ ബിൻ യാസിറിന്റെ മാതിരി എന്ന് വെച്ചോളി. ഇതാണ് ഇവിടുത്തെ ചർച്ച, ഇതാണ് ഇവിടുത്തെ തർക്കം. അപ്പൊ തർക്കം തന്നെ മാറിപ്പോയിപ്പോ. ഇത് തെറ്റിദ്ധരിപ്പിക്കാണ് സുഹൃത്തുക്കളെ. അപ്പോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ല. അതായത് അസഹ്യമായ മർദ്ദനം അനുഭവിക്കേണ്ടി വരുമ്പോ രക്ഷ പ്രാപിക്കാൻ കുഫറിന്റെ വാക്ക് പറയാന്നില്ല, അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കാൻ തന്നെ വല്ലവരും തയ്യാറാവുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായം. അപ്പൊ കൂടുതൽ ഉത്തമം അതാണ്, ഉത്തമം മറ്റതുമാണ്. ഏറ്റവും അഫ്ളൽ ഒഴിവാക്കി ഞാൻ ഫളിലുള്ളടത്തു വിചാരിച്ചോളിക്കുന്നത്. ഇത് ചർച്ച ചെയ്തിട്ട് ഞാൻ അയ്യപ്പാന്ന് വിളിക്കാന്ന് പറഞ്ഞാ തെറ്റിദ്ധരിപ്പിക്കണത്. പടച്ചോന്റെ പേടിച്ചോളിങ്ങള്, പരലോകം പേടിച്ചോളികള്, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ പേരിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഈ കേട്ടോളുകള്, പുഴയിൽ വീഴുന്ന സമയത്ത് ഇത് വിചിന്തന ഇപ്പൊ ഈ കോക്കസ് കൈയടക്കി കഴിഞ്ഞു. കേട്ടോളിങ്ങള്, പുതിയ വാദങ്ങൾ ആശങ്കാജനകം. പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ്. ദീർഘകാലം തൗഹീദി പ്രചരണ രംഗത്തുണ്ടായിരുന്ന സക്കരിയ സലാഹിയുടെ ആദർശമാറ്റത്തിന് പിറകിൽ ഗൂഢാലോചനയുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗകർ ചൂണ്ടിക്കാട്ടി കാസർഗോട്ടത്തെ റിപ്പോർട്ടാണ്. അപ്പൊ പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നെ രക്ഷിക്കണേന്ന് വിളിച്ചാ അത് ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞു. കളവാണത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പച്ച ശിർക്കാരോപണാണ്. നാളെ ഈ വിചിന്തനവുമായി ഞാൻ പരലോകത്ത് വരും ഇൻഷാ അല്ലാഹ്. പന്നൂര് പ്രതിയായിരിക്കും, ഇത് എഴുതിവിട്ട കോക്കസ് പ്രതിയായിരിക്കും. ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയാണ്. സംഗതി എന്താണെന്നറിയോ? ഇവര് പറഞ്ഞു ഞങ്ങളെ തൗഹീദ് ഉമർ മൗലവിയുടെ തൗഹീദാണ്. കാണാത്ത മാർഗത്തിലൂടെ സഹായിക്കുന്നു വിചാരിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അപ്പൊ ജോസഫ് നിൽക്കുന്നുണ്ട്, ഒരാൾ പുഴയിൽ വീണപ്പോ അമുസ്ലിമായ ജോസഫിനോട് ജോസഫെ എന്റെ കൈ പിടിച്ച് രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലല്ലോ. ജോസഫ് വരുന്നതും ചാടി രക്ഷിക്കുന്നതും ഒക്കെ കാണുന്ന മാർഗത്തിലാണല്ലോ. മൊയ്തീൻ ശൈഖ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്. അപ്പൊ ഒരാൾ ചോദിക്കാണ്, അവിടെ പുഴന്റെ കരയില് ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് കൊണ്ട് എന്നെ സഹായിക്കണേ, എന്നെ നീന്തി രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു പറയാൻ പാടില്ല. അങ്ങനെ പുഴക്കരയിൽ ജിന്നുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ പറഞ്ഞത് ഹറാമാണ്, അത് ശിർക്കിലേക്കുള്ള പാർക്കാണ്. അല്ല, ആ ശിർക്കാവോ? ഞാൻ പറഞ്ഞത് ശിർക്കാന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാമെന്ന് പുറത്തു പോണ ശിർക്കാന്ന് പറയാൻ പറ്റൂല. കണ്ടോ? എന്നിട്ട് അനീഫ് ഇവിടെ ദുർവ്യാഖ്യാനിക്കാണ്. ഇത് സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് എന്തായിപ്പോ ഒരു പ്രവർത്തനം ചോദിച്ചു, ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഇത് പ്രവർത്തിക്കൂലല്ലോ. ഒരു മുജാഹിദായും പ്രവർത്തിക്കൂലല്ലോ. ഒരു മുസ്ലിമായോ ഹറാമ് ശിർക്കിലേക്കുള്ള മാർഗം അത് സ്വീകരിക്കൂലല്ലോ. അപ്പൊ അനീഫ പറയാണ്, മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്നൊരാൾ പറഞ്ഞാൽ എന്താ സ്ഥിതി? അത് കേട്ടിട്ട് ഒരാൾ മൊയ്യദ്ദീൻ ശൈഖിനെ വിളിക്കൂലല്ലോ എന്ന് നമ്മൾ പറഞ്ഞ് ന്യായീകരിക്കോ? കണ്ടോ, കൂട്ടിക്കെട്ടുന്നുണ്ടോ? മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണം എന്നുള്ള പച്ചയായ ശിർക്കാണ്. അതുപോലെയാണോ ഇത്? തന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് ഒരാൾ വിചാരിച്ചു. അങ്ങനെ ജിന്നില്ല, ജനിക്കാൻ പാടൂല, ഹറാമാണ്. ഹറാമായ ഒരു കാര്യം ഒരാൾ ചെയ്തു, അതിന്റെ ഹുക്കം എന്താണെന്നാ ചോദിക്കണത്? അത് ശിർക്കാവോന്നാ ചോദിക്കണത്. ഹറാമായ കാര്യം ഒരാൾ ചെയ്തു എന്നിട്ട് ശിർക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ അയാളെ മനസ്സിൽ പ്രാർത്ഥനാഭാവമല്ല,
അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ. അതിനീ കളിയൊക്കെയുണ്ട് ഹനീഫ. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ അത് ഖുർആനിലുള്ളതാണ്. കേട്ടോ, ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനം അമാനി മൗലിന്റെ അടുത്ത് വായിച്ചു നോക്ക്. അതിൽ പറഞ്ഞ അഖ്സാ ഗായത്തിൽ ഖുദൂഇ മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചാണ്. KC അബ്ദുള്ള മൗലിക്ക് ചെറിയ മുണ്ടെങ്കിൽ മറുപടി എടുത്തു നോക്ക്. അഖ്സാ ഗായത്തിൽ ഖുദൂഇനെ അറ്റത്തിന്റെ അറ്റം നിന്ന് പരിഹസിച്ചപ്പോ റാജി മുതൽ റഷീദ് വരെയുള്ള പണ്ഡിതന്മാരെയൊക്കെ പരിഹസിക്കാണോ KC എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ അംഗീകരിക്കുന്ന നിർവചന. അപ്പൊ അയാളെ മനസ്സിൽ ജോസഫ് ചാടി വരുന്നതും രക്ഷിക്കുന്നതും ഒക്കെ കാണുന്ന മാർഗത്തിലായതുകൊണ്ട് മനസ്സിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ വരുന്നില്ല. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും, അതാണ് ഇബാദത്തിന്റെ നിർവചനം. അത് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കണ്ടോ പുഴയിലൂടെ ഇപ്പൊ ജിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഈ വിചിന്തനം നാളെ ഞാൻ കൊണ്ടുവരും പരലോകത്ത് ഇൻഷാ അല്ലാഹ്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പൊ വടകര മണ്ഡലം സക്കരിയ സലാഹിയെ പുറത്താക്കിയത് സ്വാഗതം ചെയ്തു. ഇപ്പൊ വടകര ആകെ പ്രശ്ന. അങ്ങനെ സ്വാഗതം ചെയ്തിട്ടില്ല. ആരെങ്കിലുമൊക്കെ സ്വാഗതം ചെയ്യണ്ടേ? അപ്പൊ കൊടുക്ക, പച്ച നുണ എഴുതി വിടുക. വടകര മണ്ഡലം യോഗത്തിൽ സക്കരിയ സലാഹിയെ പുറത്താക്കി സ്വാഗതം ചെയ്തിട്ടില്ല. പക്ഷെ എഴുതി വിട്ടു കോക്കസ്. അതുപോലെ ജിദ്ദ ഇസ്ലാഹി സെന്ററിനെ പൂട്ടിക്കണം അവിടെ. എന്നിട്ടിപ്പോ ഒരു സ്വാഗതം ചെയ്തു. സെന്റർ ഇല്ലാത്തൊരു ജിദ്ദ ഇസ്ലാഹി സെന്റർ സ്വാഗതം ചെയ്തു. ഇങ്ങനെയുണ്ട്. അതേ സമയത്ത് അബ്ദുറഹ്മാൻ സലഫിയാണ് ഈ പ്രശ്നത്തിന്റെ മുഴുവൻ പേര്. അയാളെ പുറത്താക്കിയ സംഘടന രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എത്രയോ ഇസ്ലാഹി സെന്ററുകൾ എഴുതിയിട്ടുണ്ട്. അത് വിചിന്തനത്തിൽ വരൂല, കാരണം വിചിന്തനത്തെ കോക്കസിന്റെ കയ്യിലാണ്. അബ്ദുറഹ്മാൻ സലഫിയെ പുറത്താക്കി പ്രശ്നം മുഴുവൻ തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കൊടുക്കാത്ത വിചിന്തനത്തിന്? അപ്പൊ സുഹൃത്തുക്കളെ, വിചിന്തനം ഒരു കോക്കസിന്റെ കയ്യിൽ പെട്ടുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ആ പുഴയിൽ വീഴുന്ന വിഷയമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് ഈ കാസറ്റ് ഇറങ്ങുമ്പോൾ അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഞാൻ അപ്പൊ അതുകൊണ്ട് ഇടുന്നില്ല. ഇനി ഇതിനൊക്കെ കൂടിപ്പുള്ള മറുമരുന്ന് എന്താണെന്നറിയോ? ഞങ്ങൾ പോയിട്ട് ആ ജാമ്യയിൽ പോയിട്ട് തൗബ ചെയ്തിരിക്കുന്നു. ഒന്ന് കേട്ടോളി അനസിന്റെ തൗബ. നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷൻ പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി. ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ശിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോ MT വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആ പുഴയിൽ വീണ വിഷയം പറഞ്ഞപ്പോ അത് ശിർക്കാന്നാണ് പറഞ്ഞൂടെ എന്നാ ചില ആളുകളെ ചോദ്യം. എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളെ മനസ്സിൽ പ്രാർത്ഥന ഒന്നുമില്ല, എന്നാലും ശിർക്കാന്നാണ് പറഞ്ഞൂടെ. അത് പറഞ്ഞ അടുത്ത ചോദ്യം വരും. അപ്പൊ വിജനമായ മരുഭൂമിയിൽ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ശിർക്കല്ല എന്നാണല്ലോ നിങ്ങൾ എല്ലാ സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മരുഭൂമിയിൽ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ ശിർക്കാവില്ല, പുഴക്കരയിലാവുമ്പോ ശിർക്ക്. അതെന്താ മൗലവി അങ്ങനെ വ്യത്യാസം? അടുത്ത ചോദ്യം വരും. അപ്പൊ എനിക്ക് പറയേണ്ടി വരും യാ ഇബാദല്ലാഹ് ശിർക്കാണ്. അതോടുകൂടി ലോക സലഫി പണ്ഡിതന്മാരൊക്കെ ശിർക്ക് പ്രചാരകരായി മാറി. അപ്പൊ അടുത്ത ചോദ്യം വരും യാ ഇബാദല്ലാഹ് ശിർക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഇമാം അഹ്മദും ഇമാം തബ്റാനിയും ഇമാം നവവിയും ഇങ്ങനെ ഇതനുസരിച്ച് അമൽ ചെയ്ത ഇമാം ബൈഹഖി പറഞ്ഞു മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽപ്പെട്ട സാലിഹീങ്ങൾ ആദ്യ നൂറ്റാണ്ടിലുള്ള മുഅ്മിനീങ്ങൾ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ശിർക്കിന്റെ ആളാണോ? അടുത്ത ചോദ്യം. അപ്പൊ അത് ശിർക്കാന്ന് ഞാൻ പറയേണ്ടി വരും. അപ്പൊ പിന്നെ ചോദിക്കും 2012 വരെ ശിർക്ക് അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അപ്പൊ നിങ്ങളെ തൗഹീദ് മാറിയോ? ഇങ്ങനെ തുരുതുരാ ചോദ്യം അതിന്റെ പിന്നിൽ വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാന് അത് ശിർക്കല്ല, ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ്, ജായിസാന്ന് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, പറയൂല, ഒരു കാലത്തും പറയില്ല. കേൾപ്പിച്ചു കൊടുക്ക്. അപ്പൊ ഇയാളുടെ ചോദ്യം എന്താ? MT വിഷൻ CD ഇറക്കി, എന്താ മൂവാറ്റുപുഴയിൽ വെച്ച് ജബ്ബാർ മൗലവി ശിർക്കാണ്. അപ്പൊ ആരൊക്കെ ശിർക്കിലേക്ക് പോയി? അഹ്മദ് ബിൻ ഹംബൽ ചെയ്തത് ശിർക്കാണ്, നവവി ചെയ്തത് ശിർക്കാണ്, പലരും ചെയ്തും ശിർക്കായി. അപ്പോ MT വിഷൻ CD ഇറക്കി അനസ് മൗലവി, ഹനീഫ മൗലവി, നിങ്ങൾ മുമ്പ് ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞവരാണല്ലോ. അപ്പൊ MT വിഷന് നന്ദി പറയാൻ വേണ്ടേ? ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കല്ലേ? അപ്പൊ മുഖാമുഖ നാടകത്തിൽ കുട്ടിയെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് MT വിഷനെ ചീത്ത പറയുന്നത് കേട്ടോളി. MT വിഷൻ പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MT വിഷമാണ് എന്ന് പറയാം. ആ MT എന്താണ്?
മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഒരുപാട് മറുപടി ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് മറുപടി ഒക്കെ പറയാനുണ്ട്. അല്ല, ഒരു മറുപടി എന്നത് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ സങ്കല്പിച്ചോ? അതാണല്ലോ സമ്മതിക്കേണ്ടത്. കളവാണ് പറഞ്ഞത്. ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്നൊരു വാദം ജബ്ബാർ മൗലവിക്കില്ല. തൗബ തുടങ്ങുക ഒരു നുണയും കൊണ്ട്. കേട്ടോളി. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസോതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. അപ്പോ KJU അവരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. ഇവരെ രണ്ടാളി മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ആദ്യം KNM എക്സിക്യൂട്ടീവിനെ പഠിപ്പിക്ക്, പിന്നെ KNM കൗൺസിലിനെ പഠിപ്പിക്ക്, പിന്നെ ISM കൗൺസിൽ വിളിക്കുക, MSM കൗൺസിൽ വിളിക്ക്, പിന്നെ പ്രബോധകന്മാരെ മീറ്റ്. ഇവരെ രണ്ടാള് മാത്രം മുജാഹിദർന. ഏതായത്താ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന്? 2012 പുതിയ ആയത്തിറങ്ങിയോ? ഏത് ഹദീസ പറഞ്ഞെന്ന്? ഏത് ആയത്തെന്നറിയോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പുതിയ ആയത്താ, 2012 പഠിപ്പിച്ച ആയത്താ. പിന്നെ ആയത്തറിയോ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. ഈ ആയത്ത് പറഞ്ഞതാ. അപ്പൊ 2012 വരെ യാ ഇബാദുള്ളയിൽ ശിർക്കില്ല എന്ന് പറയുമ്പോ ഈ ആയത്ത് ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയി ആയത്ത്? ഇപ്പൊ ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ രണ്ടാളി മാത്രം സ്വകാര്യം പഠിപ്പിച്ചാ പോരാ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാ മാറ്റിയത്. ആരാ നിങ്ങളോട് തിരുത്താൻ പറഞ്ഞത്? നിങ്ങൾ ആരാ തിരുത്താൻ ഏൽപ്പിച്ചത്? ഈ മൂവർ സംഘത്തെ നിങ്ങളുടെ തിരുത്ത് ജാമ്യം പോയിട്ട് നിങ്ങൾ കാര്യ നീ കേട്ടോളി, മൂപ്പര് കാര്യം കേട്ടോളി. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, കണ്ടോ, എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയതും പറഞ്ഞപ്പോൾ എമ്പാടുപടെ കാണിച്ചു. എന്നിട്ട് പിന്നെ ആളെ തട്ടിപ്പറുത്ത. എഴുതിയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട് തെളിവാ. എന്നിട്ട് പിന്നെയും പറയാ ഉണ്ടെങ്കിൽ. എന്താ ജനങ്ങളെ പറ്റിക്കാം? രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ, ഞങ്ങളെ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്. ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. കണ്ടോ? ഏതാ ബയ്യനൂറിനെ വ്യക്താക്കല്? അതിന്റെ മേലത്തെ ആയത്തേതാ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. നാം വേദഗ്രന്ഥത്തിൽ ഇറക്കിയ സന്മാർഗവും വ്യക്തമായ തെളിവുകളെയും മറച്ചു വെക്കുന്നവർ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അല്ലാഹു ശപിക്കും. വയൽഅനുഹുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെ ശപിക്കും. അപ്പൊ മറച്ചു വെച്ചതെന്തോ അതാ വ്യക്താക്കാൻ പറഞ്ഞത്. അല്ല ബയ്യനൂ എന്നുണ്ട്. ഞങ്ങൾ ആദർശം വ്യക്തമാക്കുക. ആദർശം വ്യക്താക്കല്ല, നിങ്ങൾ ഇത്ര കാലം പൂഴ്ത്തി വെച്ചു, ആ പൂഴ്ത്തി വെച്ചത് തുറന്നു പറയൂ. അതാണ് ബയ്യനൂ. കെത്തുമാനം ചെയ്തതിനെ ബയാൻ ചെയ്യാം.
എന്താ നിങ്ങൾ മറച്ചു വെച്ചിരുന്നത്? അത് നിങ്ങൾ എന്ത് ചെയ്യണം? തുറന്നു പറയണമെന്നാ. അല്ലാതെ ആദർശം വ്യക്തമായി പറയല്ല. പിന്നെ വാസ്ലഹു, ഞങ്ങൾ നിലപാട് നന്നാക്കുക. എന്താ നിലപാട് നന്നാക്കല്? അതിന് ശേഷം ഞങ്ങളെ പേരിൽ വീണ്ടും ശിർക്കാരോപണം, പച്ചക്കളവ്, അതാ നിലപാട് നന്നാക്കല്? അങ്ങനെയാണോ? തൗബ ചെയ്താൽ എന്ത് വേണം? ജബ്ബാർ മോനിക്ക് അള്ളാഹു പുറത്തുതരട്ടെ, നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തുതരട്ടെ എന്ന് പറയാണ്. മൂപ്പരിജി പറയുന്നട്ടോളി, ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്. ജബ്ബാർ മോനിനെ പറ്റി പറഞ്ഞ വാചകം കേട്ടോളി നിങ്ങൾ. ബാക്കി അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. അല്ലാഹു പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ നാവിനൊന്നും ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയാം, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. നല്ല തൗബേ, ആദ്യം നുണയും അവസാനം ഒരു തെറിയും. നാറിയവനെ പേറി, ഇത് അസ്ലഹു തൗബയിലെ നിലപാട് നന്നാക്കിയതപ്പോ. ആരാ നാറിയവൻ? അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൊണ്ടു നടന്നു. ചില ആളുകൾ പറയുന്നത് അബ്ദുറഹ്മാൻ സലഫിനെ പറ്റിയാണ്. കണ്ടോ, കിതാബ് നോക്കാൻ രണ്ടാളും ഇരുന്നിട്ട് അബ്ദുൽ ജബ്ബാർ അപ്പുറം ഇരുന്നിട്ട് കിതാബ് നോക്കുക. ആലുവാ സംവാദം കഴിഞ്ഞിട്ട് പോലും അനീഫ പറഞ്ഞെന്താ ജബ്ബാറിന്റെ വീട്ടിൽ വെച്ച്, മൗലവി നിങ്ങളായി എഴുതിയത് ശിർക്കില്ല എന്ന് ആർക്കാ അറിയാത്തത്, ആർക്കാ ബോധ്യാകാത്തത്? കണ്ടോ, ഇത് നോക്കണ്ട. എന്നിട്ട് അപ്പൊ നാറിയവൻ എന്ന് വിളിച്ചത് കണ്ടോ? അത് അബ്ദുറഹ്മാൻ സലഫിയെ പറ്റിയാകാം, അയാളെ പൊരിയതുകൊണ്ടാകാം, അത് ജബ്ബാറിനെ പറ്റിയാകാം. നല്ല തൗബേ. എന്നിട്ട് പറയാ, ആ വിശ്വാസം ഞങ്ങൾ മനസ്സിൽ പേര് കിട്ടില്ല ഒരു കാലത്തും. അവ 2007 ശിർക്കാൻ അറിയാം, അറിഞ്ഞോണ്ട് ജനങ്ങളെ പറ്റിക്കാൻ 5 കൊല്ലെന്ന്. കാപട്യം, മുനാഫിക്ക് നെറ്റും എഴുതിയച്ചമായിട്ട് വർത്താനല്ലത്. ആ വിശ്വാസം ഞങ്ങൾ പേര് കിട്ടില്ല ഒരു കാലത്തും. അപ്പൊ 2007 ശിർക്കാണെന്നറിയാം. 2012 വരെ ഞങ്ങൾ ന്യായീകരിച്ചു ജനങ്ങളെ മുമ്പിൽ. മനസ്സിലുള്ള ശിർക്കാണ്. അതിനെവിടെ ശിർക്ക്? ശിർക്കല്ല, അബോധികമല്ല, പടവൂരി കുബൂരി. ഇങ്ങനെയുണ്ട്. കാപട്യല്ലത്, ഇതാ തൗബ. അപ്പൊ സുഹൃത്തുക്കളെ, ആരാപ്പ നാറിയത്? ജബ്ബാർ മോലി അല്ലപ്പ നാറിയത്. ജബ്ബാർ മോലി പറഞ്ഞെടുത്ത് നിൽക്കുന്നു, സക്കരിയ സലാഹി പറഞ്ഞെടുത്ത് നിൽക്കുന്നു, ചെറിയ മുണ്ടൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു. കെ സുലഭി റഹിമഹുല്ല മരിച്ചു, അദ്ദേഹം പറഞ്ഞെടുത്തുന്നിട്ടാ മരിച്ചു പോയത്. അവരൊക്കെ ശിർക്കൻ വാദവും പ്രചരിപ്പിച്ച് മരിച്ചു എന്നാ അവരെ വാദം. ഇങ്ങനെയുണ്ടോ ഒരു ഇലക്ഷൻ പ്രശ്നം? എന്നിട്ട് പറയാം, ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് നക്കാപ്പിച്ച പ്രശ്നം, ഞങ്ങൾക്ക് പ്രശ്ന. ഇത് ആദർശത്തിന്റെ കാര്യ. ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതിനൊക്കെ ഒരു സ്ഥലത്ത് മൂപ്പര് വ്യാഖ്യാനിച്ച എന്താണെന്നറിയോ? സക്കരിയ സലാഹിക്ക് പ്രശ്നം എടുക്കാന്നെങ്കിൽ നമ്മള് ക്ലിപ്പ് ഇടാൻ പറ്റുമല്ലോ, നിങ്ങളെ ക്ലിപ്പ് നല്ലോണം ഇടും ഞങ്ങള്. കാരണം ഇത് ആദർശങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞല്ല. അനീഫ പറഞ്ഞില്ലേ, സംഘടനാ വേദിയിൽ പറഞ്ഞാൽ സംഘടനാ നിലപാടാവും. നിങ്ങൾ സംഘടനാ വേദികളിൽ പറഞ്ഞാൽ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ. രണ്ടാൾ കരഞ്ഞാൽ തീരുന്ന കാര്യമല്ല. അബ്ദുറഹ്മാൻ സലഫി കരഞ്ഞോ? അനീഫ കരഞ്ഞോ? ഇവ ഏറ്റെടുത്തുക. എല്ലാവരും യേശു എല്ലാവരുടെയും പാപം ഏറ്റെടുത്ത് കുരിശിലേറിയെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാവരും ആരപ്പനെ കരയേൽപ്പിച്ചത് ഈ മുസ്ലിയാരെ നോക്കണം നിങ്ങള്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു. എന്നിട്ട് മൂപ്പര് പറയാണ്, എനിക്കെന്താ തൗബ ചെയ്തോടെ? തൗബ ചെയ്യാൻ അവകാശമല്ലേ? തൗബ എല്ലാരും ചെയ്യുന്നുണ്ട്. റബ്ബി ഗഫിർലി എല്ലാരും പറയുന്നുണ്ട്, അല്ലാഹു ഗഫിർലി മാ ഖദ്ദംതു മാ അഖർതു അസ്തഗ്ഫിറുല്ലാഹ് തൗബ ഇലൈഹി എല്ലാരും പറയുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ തൗബ. ആ സ്പെഷ്യൽ തൗബ ചെയ്യുമ്പോൾ ചെയ്യുന്ന തെറ്റെന്താണ്? അത് ശരിക്കും തെറ്റാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ജനങ്ങളോട് പറയണം, ഇത്ര കാലം എന്തുകൊണ്ട് ശിർക്കല്ല എന്ന് പറഞ്ഞു? അത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാ, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാ? ഇപ്പൊ ശിർക്കാണെന്ന് എന്തുകൊണ്ട് മാറ്റി പറയുന്നു? അത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാ, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാ? അത് പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക്. അത് പറഞ്ഞു കൊടുക്കാതെ ഇവർ പറയാ. ഇതിപ്പോ ഖുറാഫികൾ എന്താ പറഞ്ഞറിയോ? അനസ് ഷഹാദത്തി അല്ലെന്നാണ്. തൗബ ഇതാ പറയാ, ഷഹാദത്തി അല്ലണം. അനസ് ഷഹാദത്തി അല്ലെന്ന് ആരൊക്കെ ചെല്ലണം?
മുജാഹിദീങ്ങളൊക്കെ ചെല്ലണം എന്നാ ഖുറാഫികളുടെ വാദം. അത് ചെല്ലേണ്ട ആവശ്യമല്ല. ഞങ്ങളെ തൗഹീദിന് മാറ്റം വന്നിട്ടില്ല. ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ട് അവരുണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ ഇത്. ഇനിയിപ്പോ അനസ് പോയി എവിടെ എത്തി നരികള് ലേഖനം കട്ടുവായിക്ക. സാലിം NV എന്ന് പറയുന്ന NV അബ്ദുസ്സലാം മൗലവിയുടെ അനുജന്റെ മകൻ, നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്ഥാപകൻ, അദ്ദേഹം ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം എന്ന ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖിന്റെ ഒരു ലേഖനം നെറ്റിലിട്ടിട്ട് അത് വായിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അനീഫ എവിടെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അനസ് വായിക്കുന്നത് കേട്ടോളൂ. കാര്യം എന്താ ഇപ്പൊ പ്രസംഗിച്ച് നടക്കുന്നത്? എന്താ ഇതുവരെ പ്രസംഗിച്ചെന്താ? മഞ്ചേരി സമ്മേളനം നടക്കുന്നത് വരെ, കൊപ്രാക്കള സമ്മേളനം നടക്കുന്നവരെ പ്രസംഗിച്ചെന്താ? ആരാ പറഞ്ഞത് തേടാം ശിർക്കല്ല? ആരാ പറഞ്ഞത് ശിർക്കാൺ, 100 വട്ടം ശിർക്കാണെന്നൊക്കെ പറഞ്ഞാണെന്ന ആളുകള്, അത് എഴുതി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആളുകള്, ശിർക്കു തന്നെ എന്ന് മാതൃഭൂമി, ശിർക്കു തന്നെ എന്ന് മാധ്യമം അതിന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആളുകള് ഇപ്പോ ഇറക്കുന്ന, ഇപ്പോ നെറ്റ് വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അതിന് ഇപ്പൊ ഓരോന്നിങ്ങനെ വരില്ല കയ്യില്. അപ്പോ ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. എന്താണ് ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം, അനുവദനീയെന്ന് പറയുന്നുണ്ട് എന്ന് വരുത്താൻ വേണ്ടി വായിച്ച ലേഖനം അറിയാതെ എഡിങ് വായിച്ചു. ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. ബഹുമാനായ ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖിന്റെ പേര് വന്നിട്ടുള്ള ഒരു ലേഖനം NV മുഹമ്മദ് സാലിം എന്ന് പറയുന്ന ആള് വിവർത്തനം ചെയ്തിട്ട് സലഫി വോയിസ് എന്ന് പറയുന്ന അവരുടെ സൈറ്റിലൂടെ പ്രചരിപ്പിച്ച് ഇമെയിലിലൂടെ ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പറാണ്. ഈ ലേഖനത്തിൽ സാലിഹ് ആൽ ഷെയ്ഖിന്റെ ഈ ഫത്വ വിവർത്തനം ചെയ്തതിന്റെ അടിയിൽ ഇതിന്റെ 5ാമത്തെ പേജിൽ അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം പറയാം. അടിവരയിട്ടൊരു കാര്യം പറയുന്ന അറിയും. ഇവിടെ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു വിഷയമാണ് അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ. ജിന്നോട് സഹായം ചോദിക്കൽ എന്താണ്? ശിർക്കാണോ? മിണ്ടിടില്ലേ? ശിർക്കാണോ? പറയിപ്പിക്ക. വസീലത്ത് ശിർക്കാണോ? ഹറാമാണോ? അല്ല, നേരെ മറിച്ച് അനുവദിച്ചപ്പോൾ ചില മാനദണ്ഡം വെച്ചിട്ടുണ്ട് നാം. എന്താ 2 മാനദണ്ഡമാണ് ഉള്ളത്? ജിന്നിനോട് സഹായം ചോദിക്കാൻ എത്ര മാനദണ്ഡമുണ്ട്? 2 മാനദണ്ഡം. കുളിയുടെ ഫർള് എത്രയുണ്ട്? 2. അതുപോലെ തന്നെ ജിന്നിനോട് സഹായം തേടണമെങ്കിൽ, നിങ്ങൾക്കൊരാൾക്ക് തേടണമെങ്കിൽ എത്ര മാനദണ്ഡമുണ്ട്? 2. ഏതൊക്കെ? 1, ഹറാമായ കാര്യത്തിനോ, കള്ളു കുടിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, വ്യഭിചരിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, അങ്ങനെ ഹറാമായ മാർഗത്തിനാകാൻ പാടില്ല, ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ ആരോട് സഹായം ചേരാം, ആരോട് സഹായം തേടാം? ജിന്നിനോട്. പക്ഷെ 2 ഉപാധി. ഏതാ 2 ഉപാധി? ഹറാമായ മാർഗത്തിലൂടെ ആകാൻ പാടില്ല, അതുപോലെ തന്നെ ഹറാമായ കാര്യത്തിനും ആകാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പേപ്പറിലടിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ആ പ്രസ്ഥാനത്തിൽ തൗഹീദ് പഠിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോ, ആ കുട്ടികൾക്കിടയിലേക്ക് അവരുടെ കയ്യിലേക്ക് അച്ചടിച്ചു കൊടുക്കുമ്പോ ആ കവാടത്തിൽ അവശേഷിക്കുന്ന 2 കൊളുത്തുകൂടി ഊരാനുള്ള പണി നടത്തുകയാണ്. കാരണം ആ ചങ്ങല നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു, ആ പൂട്ട് നിങ്ങൾ തകർത്തു കളഞ്ഞു. ഇനി അവശേഷിക്കുന്ന ആ കവാടത്തിന്റെ 2 ആ കുറ്റി മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ ആ കുറ്റി കൂടി തുറന്നു കൊടുക്കാനുള്ള വഴി അന്വേഷിക്കുകയാണ്. അഥവാ ഹലാലായ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിൽ ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാണെന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു തത്വം കൊടുക്കുകയാണ്. എന്താ തെറ്റിദ്ധരിപ്പിക്കലുണ്ടോ? അതിന്റെ ബാക്കി വാചകം എന്താ അറിയോ? ജിന്നിനോട് സഹായം ചോദിക്കൽ നിഷിദ്ധം എന്നാണ്. അതിന്റെ ബാക്കി അയാൾ വായിച്ചത് 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അവ ഹറാമായ കാര്യത്തിനോ ഹറാമായ മാർഗത്തിലൂടെ ആവരുത് എന്നുള്ളതാണ്. അവിടെ നിർത്തി. അതിന്റെ ബാക്കി കേട്ടോളി. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് സാലിഹ് ആൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ ഈ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടക്കേണ്ടതാണ്. ഇപ്പം പറഞ്ഞ എന്താ? ശിർക്കിന്റെ വാതില്, അതിന്റെ ചങ്ങല പൊട്ടിച്ചു, പൂട്ട് പൊട്ടിച്ചു, ഈ 2 കൊളുത്തും കൂടിയുള്ളൂ. ആ വാതിൽ അടക്കണം എന്നാ പറഞ്ഞു. ഇയാൾ പറഞ്ഞ ആ വാതിൽ തുറക്കാണ്. അപ്പൊ ചിലർ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെയോ ഹലാലായ വഴിയിലൂടെയോ ഹലാലായ കാര്യത്തിനോ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണതൊക്കെ? ഇവൻ കളിയാക്കുന്നത് ആരെ? ഒന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ,
ഒന്ന് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ, ഒന്ന് മുഖ്ബിലുൽ വാദഈ. ഇവര് തന്നെ ജംഇയ്യത്തിന് കൊടുത്ത പ്രബന്ധത്തിൽ ഒരു ബുക്ക് എന്താണെന്നറിയോ? ഈ മുഖ്ബിലുൽ വാദഈന്റെ ബുക്കാ. ആ മുഖ്ബിലുൽ വാദഈന്റെ ഉദ്ധരണിക്കാണ് മോൻ കളിയാക്കിയത്. ആ മുഖ്ബിലുൽ വാദഈന്റെ ബുക്കാണ് റുദൂദുത്ത അത്താഇദീൻ അലാ ഹദീസ് സിഹർ. റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസിന് ആക്ഷേപം പറയുന്നവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞ് മുഖ്ബിലുൽ വാദഈന്റെ ബുക്കാ കൊടുത്തത്. ആ മുഖ്ബിലുൽ വാദഈയാണ് എന്ത് പറഞ്ഞത്? അനുവദനീയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാ ഈ വിഷയം പറഞ്ഞത്? ഈ ഇതിന്റെ ചോദ്യം തന്നെ എന്താണെന്ന് അറിയങ്ങള്? സാലി ആലി ശൈഖിനോടുള്ള ചോദ്യം എന്താ? മുസ്ലിമായ ജിന്നുകളുടെ സഹായം കൊണ്ട് ചികിത്സിക്കുന്നു എന്ന് വാദിക്കുന്നവരുടെ അടുക്കൽ ചികിത്സയ്ക്ക് വേണ്ടി പോകൽ അനുവദനീയമാണോ? ജിന്ന് കരീന് ചെയ്യുന്ന സഹായം അനുവദനീയമായ ഇസ്തിആനയിൽ പെട്ടതാണോ അതോ നിഷിദ്ധമായതാണോ? ഉത്തരം, ജിന്ന് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവയെ കൊണ്ടുള്ള സഹായത്തേട്ടം ഇസ്തിആനത്ത് ശിർക്കിലേക്കുള്ള വഴികളിൽ ഒരു വഴിയാണ്, വസീലത്തുൽ ശിർക്കാണ്. എന്ത് ചോദിച്ചാലും അതിൽ കുറഞ്ഞേ ഇല്ല. അപ്പൊ ജായിസാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വിഷയം പറയുമ്പോ അതുകൂടി പറയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാതിൽ അടക്കണം, അതിലൂടെ പോയാൽ ശിർക്കിലേക്ക് കൂപ്പുകുത്തും എന്ന് പറഞ്ഞ് ഒരു സഹായവും ചോദിക്കാൻ പാടില്ലെന്ന് സ്ഥാപിക്കുന്ന ലേഖനം എടുത്തിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇനി സുഹൃത്തുക്കളെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അത് പറഞ്ഞു, അല്ലെങ്കിൽ ഇബ്നു ഉസൈമീൻ അത് പറഞ്ഞു. പക്ഷെ അവരാരെങ്കിലും ശിർക്ക് പ്രചാരകരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? പറ്റൂല. എന്തിനധികം ഇവർ തന്നെ ജംഇയ്യത്തുൽ ഉലമയുടെ ദൗറക്കൈനി കൊടുത്ത പ്രബന്ധത്തിലുള്ള അവസാനത്തെ വാചകം കേട്ടോളീം. ഇതാ ഈ അനീഫ് കായക്കൊടി കൊടുത്തതാ പ്രബന്ധം. ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിശദീകരണമായി ശൈഖ് സാലിഹ് ആലി ശൈഖ് നടത്തിയ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവർ കൊടുത്ത പ്രബന്ധം 2011 ഡിസംബറിൽ. അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി ഹറാം, ശിർക്ക് എന്നല്ല, ജിന്നിനോടുള്ള സഹായതേട്ടം ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനത്തുൻ ബിൽ ജിന്നിയിൽ കാഫിരി അശ്ശൈത്താൻ അം ബിൽ ജിന്നിയിൽ മുസ്ലിമി. മുസ്ലിം ജിന്നാണെങ്കിലും കാഫിർ ജിന്നാണെങ്കിലും ഹറാമാണ്. എന്തേ ശിർക്കാന്ന് പറയാഞ്ഞ്? അനീപ്പെടുത്ത പ്രബന്ധമല്ലത്. അപ്പൊ ഹറാം എന്ന് പറഞ്ഞ ശിർക്ക് തന്നെ പറയണമെന്ന് ഒരു ന്യായം. അപ്പൊ സുഹൃത്തുക്കളെ, പേരോടിനെ പോലെ ലേഖനം കട്ട് വായിച്ച് തെറ്റിദ്ധരിപ്പിക്കാം. ഇനി സ്വന്തം ക്ലിപ്പ് കട്ടുമുറിച്ചു അനസ് മുസ്ലിയാര്. അതാ രസം. സ്വന്തം ക്ലിപ്പ്, മറ്റുള്ളവരെ ക്ലിപ്പ് കട്ടുമുറിക്കലുണ്ട്, ഇത് സ്വന്തം ക്ലിപ്പ് തന്നെ മുറിച്ചു. അതായത് ഈ വിശദീകരണം തുടങ്ങിയതിന് ശേഷം ജബ്ബാർ മൗലവിയാ പറഞ്ഞത് ശിർക്കാണെന്ന്, ശിർക്കല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു കുട്ടി ചോദിച്ചപ്പോ ചോദ്യകർത്താവിനെ കൊളുത്തി വലിച്ച് ഇരിക്കവിടെ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ക്ലിപ്പ് ഇട്ട് കാണിച്ചു കൊടുത്തു. എന്താ ക്ലിപ്പ് അറിയോ? ഇസ്ലാഹിൽ എഴുതിയത് 22 കാരറ്റ് ശിർക്കാണ് അലി മദനി പറയുന്ന ഭാഗം. അതിട്ടിട്ട് അനസ്മോലി പറയാണ് അത് 22 കാരറ്റ് ശിർക്കാണെങ്കിൽ ഇതാ പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി, ശബാബിലെ ചോദ്യോത്തരം, അതും ശിർക്കല്ലേ എന്നാ. അവിടെ ഇങ്ങോട്ട് മുറിച്ചു കേട്ടോളി. ചോദിക്കണം എവിടെ? ഞാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു? ഇസ്തിഖാമിൽ പറഞ്ഞു. 2012 അതിനുശേഷം ഞാൻ എന്തി പറയുന്നത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കും, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരോട് മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25 2009 മാർച്ച് 25 കേട്ടോളൂ. ശരിക്കും മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം എന്താ പറഞ്ഞ കേട്ടോളൂ. വിജനമായ പ്രദേശം, ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടാകാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, ഇങ്ങനെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുന്നിൽ എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് മുക്കാക്കി യുവതിന്റെ കാശാക്കുന്നു. 22 ക്യാരറ്റ് ശരിക്കല്ലെന്നല്ല, തീർന്നില്ല. എനിക്ക് 22 ക്യാരറ്റ് ശിർക്ക് ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുന്നിൽ എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ
മലക്കുകളോ അവന്റെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം തേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? എന്താണ് പറഞ്ഞത്? ശിർക്കാണോ ശിർക്കല്ലല്ലോ? എന്താ പറഞ്ഞത്? ശിർക്ക് 22 കാരറ്റ് ശിർക്ക്. അവിടെ എനിക്ക് തീർന്നില്ല. കണ്ടോ? അവിടെ ഇരി. ഞാനത് 2009 തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മൂപ്പര് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. എന്നാ അതിന്റെ ബാക്കി എന്താന്ന് ഫുൾ ക്ലിപ്പ് കണ്ടോളൂ. നോക്കും മരുഭൂമിയിലൂടെ ഇവനിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേക്ക് മതിയില്ല. വിശദമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കുകൾക്കും ജിന്നുകൾക്കുമെന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞത് 22 കാരറ്റ് ശരിക്കാണ്. കേട്ടോ, 22 കാരറ്റ് ചെറുക്കാണ് എങ്കിൽ ആ 22 കാരറ്റ് ചെറുക്കണേ ഇവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആ പുസ്തക യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത പ്രസിദ്ധീകരിച്ച ആ 22 കാരറ്റ് ചെറുക്കനാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 കാറ്റ് ചെറുക്കാണെങ്കിൽ 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 ഒത്തുനോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്രായേലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. പത്രാധിക സമിതി കേട്ടില്ലോ എന്താ ഇസ്രായേൽ കേട്ടോ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്നൊരാൾ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അത് 22 കാറ്റ് ശിർക്കാണെങ്കിൽ, ഇസ്രായേലിന്റെ 22 കാറ്റ് ശിർക്കാണെങ്കിൽ അത് എവിടെയും വന്നിട്ടുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്. ഇതിന് മൂപ്പര് മിനിഞ്ഞാന്നൊന്ന് തിരൂരിന്ന് ന്യായീകരിച്ച് നോക്കി. ഒതായിൽ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പല്ലേ മുറിച്ചത്, ന്യായീകരിച്ചാൽ ശരിയാവില്ല. കാരണം അത്രമാത്രം സ്വന്തം ക്ലിപ്പ് കട്ടുമുറിക്കുകയാണ്. ഇനി സുഹൃത്തുക്കൾ, ഇവിടെ വലിയ ആരോപണം എന്താണെന്നറിയോ? സക്കരിയ സലാഹി ജിന്നി ചികിത്സക്ക് വേണ്ടി ഇഫ്ലുർ റഹ്മാൻ എന്ന ഒരാളടുത്തേക്ക് അയച്ചു. സക്കരിയ സലാഹിക്ക് അത് അറിയില്ലായിരുന്നു. അയാളെ ചികിത്സ എന്താണ് അറിയാത്ത ഒരാൾക്ക് നമ്മൾ അയക്കോ? ഹനീഫാന്റെ വക. സംഗതി എന്താണെന്നറിയോ? അനസ് മുസ്ലിയാര് ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്ക് ജിന്നി ചികിത്സക്ക് സുബൈറിനെ കൂട്ടിക്കൊണ്ടുവരികയും ജിന്നി ചികിത്സയെ സഹകരിക്കുകയൊക്കെ ചെയ്തത് എമ്പാടും തെളിവുകളുണ്ട്. അത് ഡോക്ടർ സുബൈർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അനസ് മുസ്ലിയാർ ഇങ്ങനെ പറയുന്നത്, സക്കരിയ സലാഹിക്ക് എന്താ ഖുർആൻ ഓതാൻ അറിയില്ലേ, പിന്നെന്തിനാ ഹിഫ്ലുർ റഹ്മാന്റെ അടുത്തേക്ക് അയച്ചത്? ഞാൻ ഹിഫ്ലുർ റഹ്മാന്റെ അടുത്തേക്ക് അയച്ചത് ഞാൻ അവിടെ നിഷേധിച്ചിട്ടില്ല. AP യോട് പറഞ്ഞിട്ടുണ്ട്, TP യോട് പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് ഹദീസ് സെമിനാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അനസ് മുസ്ലിയാർ പറഞ്ഞയച്ചത് തെളിയാതിരിക്കണം. അതിനു വേണ്ടിയാ നമ്മൾ ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടി കണ്ണൂർ ജില്ലയിൽ 52, 57 വോട്ടിന് 5 വോട്ടിന് ജയിച്ചത് എങ്ങനെ? കള്ളപ്രചരണം നടത്തിയിട്ടാണ്. ഇവിടെ ജിന്നി ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നുണ്ട്, കൗൺസിലിംഗ് സെന്റർ തുടങ്ങുന്നുണ്ട്. അപ്പൊ കണ്ടോ, KNM-ന്റെ പുതിയ സർക്കുലർ വന്നിക്കണ്, AP ഒപ്പിട്ടത്. തെറ്റിദ്ധരിപ്പിക്കുക. താങ്കൾക്കും സഹപ്രവർത്തനവും സുഖവും ക്ഷേമവുമായിരിക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ കൗൺസിലിംഗ് എന്ന പേരിൽ പ്രാകൃതവും അനിസ്ലാമിക ചികിത്സാ കേന്ദ്രങ്ങൾ നടന്നു വരുന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആത്മീയ ചികിത്സകൾ ഇസ്ലാമിക സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അന്യമാണ്. വ്യാജസിദ്ധന്മാരും മന്ത്രവാദികളും ആത്മീയ ചികിത്സകരും പാമര ജനങ്ങളെ ചൂഷണം ചെയ്യുകയും രോഗികളായി വന്നെത്തുന്നവരുടെ ധനവും മാനവും കവർന്നെടുക്കുന്ന സംഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇത്തരം പ്രവർത്തകർക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും നമ്മുടെ മഹല്ലുകളിലും ശാഖാ പരിധികളിലും ഇത്തരം കേന്ദ്രങ്ങളും പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. AP-ന്റെ സർക്കുലറാ ഇത് വായിച്ചാൽ എന്താ വിചാരിക്ക? KNM-ന്റെ മഹല്ലുകളിലൊക്കെ പോലെ കൗൺസിലിംഗ് സെന്റർ എന്നും പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്, കുറെ പെണ്ണുങ്ങളെ മാനം കവരുന്നുണ്ട് എന്ന്. എന്തിനാണ് ഈ വയസ്സാം കാലത്ത് ഇതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഇത്തരത്തിലുള്ള സർക്കുലറൊക്കെ ഇറക്കുക. അങ്ങനെ കള്ളപ്രചരണം നടത്തിയിട്ട് ഇസ്ഹാഖ് അലി എന്ത് ചെയ്തത്? അവിടെ സെക്രട്ടറി ആയത്. പക്ഷെ 2010 ഹജ്ജിന് പോയപ്പോ ഒരു സഹോദരന്റെ ഉമ്മാക്ക് ഒരു ചെറിയ പ്രശ്നം. അപ്പോ ആ ദാറുൽ ഹബീബ് എന്ന് പറയുന്ന മക്ക ഇസ്ലാഹി സെന്ററിന്റെ പുറത്ത് കൗണ്ടറിനെ അവിടെ വെച്ചിട്ട് നന്നായിട്ട് ജിന്നി ചികിത്സ നടത്തുക. ഇറങ്ങിപ്പോ ആര്? ഇസ്ഹാഖ് അലി. ഞാനത് പ്രസംഗിച്ചു, കണ്ണൂർ പ്രസംഗിച്ചു, പാലക്കാട് പ്രസംഗിച്ചു. ഇതുവരെ ഇസ്ഹാഖ് അലി നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ച തെളിവ് ഞാൻ കൊണ്ടുവരും. നല്ല ഫിക്കത്തായ റാവിണ്ട്. നമ്മളത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരൊക്കെ അത് ചെയ്യും. ഇവർക്കൊക്കെ അറിയാം ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കും. മടവൂരികൾക്ക് അറിയില്ലേ?
അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പുസ്തകത്തിൽ അവർ ഇന്നും എഴുതിയിട്ടില്ലേ? ഇന്നും എഴുതി പ്രചരിപ്പിക്കുന്നില്ലേ? അവരുടെ പുസ്തകത്തിലില്ലേ ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കും, അതുകൊണ്ട് രോഗം ഉണ്ടാകും, അത് ശരീരത്തിൽ കയറിയാൽ തനിക്ക് വശമില്ലാത്ത ഭാഷകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, പ്രത്യേക ചേഷ്ടകൾ കാണിക്കുക, ഇതൊക്കെ ഉണ്ടാവുമെന്ന് ശബാബിൽ എഴുതി ഇന്നും പുസ്തകമാക്കി വെക്കുന്നുണ്ട്. ജമിയത്തിന്റെ പുസ്തകത്തിൽ വന്ന് ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കും, ജിന്നുബാധുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ ഇതിനൊക്കെ പരിഹസിക്കാണ്. അവസാനം ഡോക്ടർ ജുബൈറിനെ വിളിച്ചു. അനസ് മുസ്ലിയാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? ക്ലിയർ ഉണ്ടോ? ഡോക്ടർ ഇത് ഷിനോദാണ്, സിറാജിന്റെ ഫ്രണ്ടാണ് കാനഡയിലുള്ള. സാറ് ഞാൻ ചോദിച്ചതേ, ഈ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ആലുവയിലൊരു വിശദീകരണ യോഗം ഉണ്ടാക്കിയായിരുന്നില്ല? അപ്പൊ അനസ് മൗലവി പറഞ്ഞായിരുന്നു സെക്രട്ടറാഹിന്റെ അടുത്തേക്ക് സെക്രട്ടറാഹി ഒരാളെ മറ്റേ ഇഫ്ലൂർ റഹ്മാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു താമസിക്കാൻ വേണ്ടി. അപ്പൊ അത് ഞാനിങ്ങനെ ഒരു ഈ വിഷയം വേറെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ് അനസ് മൗലവി ഇതുപോലെ ഡോക്ടർ വേറെ അടുത്തേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ അത് അയാളിങ്ങനെ പറഞ്ഞെങ്കിൽ വിശ്വാസം പറഞ്ഞു. ഡോക്ടർ നേരിട്ട് വിളിച്ചു ചോദിക്കാൻ വേണ്ടി നമ്പർ വിളിച്ചാൽ പറ്റാം. കുറച്ചാൾ മുമ്പാണ് അദ്ദേഹം താമസിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ചു ഒരു അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ യാത്ര ചെയ്ത് അദ്ദേഹം തന്നെ തിരിച്ച് കാറിൽ കൊണ്ട് ആക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അന്നൊക്കെ പുള്ളിയുടെ മുൻകാലങ്ങളിലെ പുള്ളി ചെയ്ത കാര്യം ആൾക്കാരെ ആദ്യം എടുത്ത് അതൊക്കെ കണക്ട് ചെയ്ത് കാര്യം അങ്ങനെ ഒരുപാട് എത്രകളൊക്കെ വളരെ ഞങ്ങൾ യാത്ര ചെയ്തു ആണല്ലേ? അദ്ദേഹം അതൊക്കെ മറക്കാൻ കാര്യമില്ല. പിന്നെ എന്റെ അടുത്തൊരു കാസറ്റ് ഉണ്ടായിരുന്നു, ഓഡിയോ കാസറ്റ്. അതിലൊരു അറബി പാട്ടും അതിന്റെ കൂടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അറബി പാട്ടിട്ട് എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞത് ഞാനത് വേറെ കാസറ്റ് ഉൽക്കാൻ ചെയ്തിട്ട് ആ അറബി പാട്ടും പ്രസംഗം കൂടെ കാസറ്റൊക്കെ വളരെ ക്ലിയർ ക്ലിപ്പാക്കിയില്ല. അപ്പോ ജുബൈർ ഡോക്ടറെ വിളിച്ചോ പറഞ്ഞു, അനസ് മൗലവി അത് എങ്ങനെ പറയും? അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ജിന്ന് ചികിത്സ നടത്താൻ. എന്താ അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ അറിയില്ലേ? കാറിൽ കൂട്ടിക്കൊണ്ടുപോയി കാറിൽ തിരിച്ചു കൊണ്ടുവന്നാക്കി. അപ്പോ പോരുമ്പോ കാറിന് അറബി കാസറ്റ് കേട്ടു, ആ പാട്ട് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംസാരിച്ച സംഭവമുണ്ട്. ഇനി അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ ഞാനങ്ങ് വരുന്നുണ്ട് ഒരു മാസം കൊണ്ട്, നിങ്ങൾ വന്നോളൂ, ഞാൻ തെളിയിച്ചു തരാം. അപ്പൊ അനസ് മൗലവി കുറെ ജിന്ന് ചികിത്സ നടത്തിയതിന്റെ രേഖകൾ പറയാൻ ആര് തയ്യാറാണ്? ഡോക്ടർ സുബൈർ തയ്യാറാണ്. അത് മറച്ചു വെക്കാൻ ഞാൻ മുമ്പ് KJ ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ പറഞ്ഞയച്ചു. അതോ KNM-ന്റെ ആളിന്റെ ആള് ജുബൈർ ഡോക്ടറെ പോലെ ഇഫ്ലൂർ റഹ്മാനും KNM-ന് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. ജുബൈർ മംഗളിന്റെ ആളുകൾക്കും വടവൂരികൾക്കും മറുപടി എഴുതിയ ആളാണ്. എന്നാൽ ഹനീഫ കായക്കൂടി വന്ന് തെറ്റിദ്ധരിപ്പിച്ചത് എന്താ? ജക്കരിയ സലായിക്ക് ഇഫ്ലൂർ റഹ്മാൻ അറിയില്ല എന്നുള്ള മാതിരിയാണ്. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതിന്റെ വിശദാംശം എനിക്കറിയില്ല എന്നാണ്. അദ്ദേഹം ഖുർആൻ തൗഹീദുള്ള ആളാണ്, അഖീദ ശരിയായ ആളാണ്. അദ്ദേഹം ചെയ്യുന്നത് ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, സൗദി അറേബ്യയിലും മറ്റും സലഫി പണ്ഡിതന്മാർ അനുവദിച്ച ചികിത്സയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അയച്ചത്. പക്ഷെ എന്റെ വിശദാംശം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഖുറാഫിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിന്റെ അടുത്തേക്കോ ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്കോ നല്ലല്ല അയച്ചത്. അത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് പറയാൻ റുഖിയ ശർഇയ്യ എന്നൊന്നുണ്ടെങ്കിൽ അതെന്താ? പ്രാർത്ഥനയും ചികിത്സയും നേരത്തെ ഉള്ളതല്ലേ? പിന്നെ എന്തിനാ ഇപ്പോ ജമിയത്ത് ബുക്കിറക്കിയത്? ജിന്നി പിശാച് റുഖിയ ശർഇയ്യ, ശർഇയ്യായ മന്ത്രങ്ങൾ ഖുർആൻ ഓതി കൊടുക്കുക. അനസ് മുസ്ലിയാർ പറഞ്ഞിട്ടില്ല ഖുർആൻ ഓതി കൊടുക്കുന്നതിനെ പറ്റി? നിങ്ങൾ പ്രസംഗിച്ചത് ക്ലിപ്പില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ശരിക്കും ജനങ്ങളെ പറ്റിക്കാണ്. നിങ്ങൾ കേട്ടോളൂ, ഞാനാ പറഞ്ഞത്. ഇഫ്ലൂർ റഹ്മാന്റെ അടുത്തേക്ക് അയച്ച വിഷയം ഹനീഫ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് കേട്ടോളൂ. അതിലുള്ള എന്തായോ, ഇഫ്ലൂർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് ഞാൻ ആളയച്ചു. യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിശാച് ബാധയാണെന്ന് എനിക്ക് ബോധ്യമായ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്. അയാളെ ചികിത്സനെ പറ്റി നമ്മളെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. ഞാൻ അയാളെ ചികിത്സ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാ ഞാൻ അടുത്ത് പറഞ്ഞത്. അവർ പോയി നോക്കി, ഓതിക്കൊടുത്തു, ഇളകി എന്ന് പറയുന്നു. അയാൾ പിന്നെ തിരിച്ചു വന്നു. ഈ ഇഫ്ലൂർ റഹ്മാൻ ചികിത്സിക്കണം ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം വടവൂരികളെയും ജുബൈറിന്റെ മംഗളയുടെ സംഘടനാ പാടില്ല എന്ന് പറഞ്ഞവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. പിന്നീട് ഈ വിഷയം വന്നപ്പോൾ അത് മാത്രം എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല. പിന്നെ അയാൾ KNM-നെ വിമർശിക്കാൻ തുടങ്ങി. KNM-നെ പേരെടുത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു KNM എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല.
ഏതെങ്കിലും ചില വ്യക്തികളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് കേന്ദ്രമിന്റെ പിന്നെ പറയാൻ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇഫ്ലുർ റഹ്മാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ അതിന്റെ കത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തെ ചികിത്സ ജിദ്ദയിലും ഞാൻ കണ്ടിട്ടില്ല, നാട്ടിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട നമ്മളെ ബാധ്യതയാണ്. നമ്മളിത് ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് പലതും ചെയ്യുന്നതിനും ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ നമുക്ക് പറ്റാത്തത്. അവർ റുഖിയ ശർഇയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് ആളുകൾ പലതും ചെയ്യുന്നത്. അവർക്ക് ശരിയായ വഴി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ചെയ്യാത്തതിന്റെ കുറ്റാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ അയച്ചത് അദ്ദേഹം തൗഹീദുള്ള ആളാണ്, ഖുർആൻ ഒരു ചികിത്സിക്കുന്ന ആളാണ്. ഇവിടെ ഖുറാഫികളുടെ ചികിത്സയായിട്ട് എന്താ ഇതിന്റെ വ്യത്യാസം? അത് കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഖുറാഫികളുടെ ചികിത്സ എന്ന് പറഞ്ഞ അസ്മാഅത്ത് അൽസമാത്തിന്റെ കിതാബ് കൊണ്ടുള്ള ചികിത്സയാണ്. അതിൽ ഏലസ് ഉണ്ടാകും, ഉറുക്കുണ്ടാകും, ശൈത്താനോട് സഹായതായിട്ടുണ്ടാകും, അല്ലാത്തവരോട് സഹായതായിട്ടുണ്ടാകും. മാത്രമല്ല അവർ അഖീദ ശരിയല്ല. ഇടക്ക് ഖുർആന്റെ ആയത്തുൽ കുർസിയൊക്കെ ഉണ്ടാകും. പക്ഷേ എഴുതിക്കെട്ടലും അതുപോലെ തന്നെ അസ്മാഅത്ത് അൽസമാത്തിന്റെ കിതാബിൽ വിവിധ രൂപം വരച്ചു വെക്കലും അത് ഏലസാക്കലും പലതും ഉണ്ടാകും. എന്നാൽ ഇതങ്ങനെയല്ല. തൗഹീദിൽ വ്യതിചലിക്കാത്ത ആള് ഈ ചികിത്സക്ക് വരുന്ന ആളോട് ആദ്യം തന്നെ ഏലസും മുറുക്കുണ്ടെങ്കിൽ അത് എടുത്തൊഴിവാക്കണം എന്നാ പറയാ. അള്ളാഹു മാത്രമാണ് ശിഫ നൽകുന്നവൻ എന്ന് ബോധ്യപ്പെടുത്തുക ചെയ്യാം. എന്നിട്ട് ഖുർആൻ ഓതി കൊടുക്കും, റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലിക്കൊടുക്കും. അതാണ് ചികിത്സ. അതാണ് ഇസ്ലാം പഠിപ്പിച്ച റുഖിയ ശർഇയ്യ. അത് ചെയ്യാം, മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാം. ജമിയത്തിന്റെ പുസ്തകത്തിൽ ഈ പ്രതിരോധത്തിന്റെ ദിക്റുകൾ മാത്രം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ വന്നാൽ എന്തു ചെയ്യണം, ജിന്നുബാധ ഉണ്ടായാൽ എന്തു ചെയ്യണം, മുജാഹിദ് പ്രവർത്തനം ഉണ്ടായി, സിഹിർ ബാധ ഉണ്ടായി എന്തു ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ജിന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യായി എന്നൊരാൾ കാസർഗോട്ട് എന്നോട് ചോദിച്ചു. അതും ഇപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടി എന്റെ അടുത്ത് വന്നു, ഖുർആന്റെ കാസറ്റ് ഇട്ട് കൊടുത്തപ്പോ കുട്ടി ആകെ വയലന്റ് ആയി. ഖുർആൻ കേൾക്കുമ്പോ വയലന്റ് ആകുന്ന പിന്നെ മലക്ക തന്നെ മനുഷ്യ ശരീരത്തിൽ മലക്ക് പ്രവേശിക്കുവോ, ഇതോടൊത്തുണ്ടാക്കുവോ? അത് ശൈത്താനാണെന്ന് എനിക്ക് മനസ്സിലാക്കിന്റെ അടിസ്ഥാനത്തിൽ അത് നിഗമനമാണ്. ഉറപ്പിച്ചു പറയാൻ റസൂലിനെ സാധിക്കുള്ളൂ. ഉറപ്പിന്റെ ആവശ്യമില്ല റുഖിയ നടത്താൻ, നിഗമനം മതി. എന്താ സുഹൃത്തുക്കളെ നമ്മളെ കെ മൗലവി എഴുതിയത്? വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ, റസൂലിൽ നിന്ന് വന്ന പ്രാർത്ഥനകൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷങ്ങൾ എന്നിവ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. അപ്പൊ ഖുർആനിലെ ആയത്ത്, റസൂലിൽ വന്ന ദിക്റ്, അള്ളാഹിന്റെ നാമങ്ങൾ, ഇതുകൊണ്ട് ചികിത്സ നടത്താം. അതൊരു ചികിത്സയാണ്. അത് കെ മൗലവി പറഞ്ഞു, അമാനി മൗലവി പറഞ്ഞു. റസൂൽ ചിലപ്പോൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കും, ചിലപ്പോൾ മരുന്ന് കൊണ്ട് ചികിത്സിക്കും, ചിലപ്പോൾ മന്ത്രം കൊണ്ട് ചികിത്സിക്കും. മന്ത്രവും മരുന്നും ഒരുമിച്ച് ഉപയോഗിച്ചതും കാണാം. അപ്പൊ അതൊരു ചികിത്സാ രീതിയാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കെ മൗലവി അംഗീകരിച്ചതാണ്, അമാനി മൗലവി അംഗീകരിച്ചതാണ്. കെ മൗലവി ഇത് പറയുന്ന കാലത്ത് വമ്പിച്ച അന്ധവിശ്വാസം നിലനിൽക്കുന്ന കാലാണ്. പക്ഷെ ഒരിക്കലും തന്നെ കെ മൗലവി ആ ജിന്നുബാധ ഉണ്ടാവില്ല, സീറുബാധ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായ ഞങ്ങൾ ജാറത്ത് പോകല്ല വേണ്ടത്, മൗലിയരടുത്ത് പോകല്ല വേണ്ടത്, നിങ്ങൾ റുഖിയ ശർഇയ്യ നടത്തണം എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് അന്ന് മുതൽക്കേ മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ചു വരുന്ന കാര്യം. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ മനസ്സിലായതുകൊണ്ട് ഞാനൊരാളെ നമ്മളൊരാളടുത്തേക്ക് അയച്ചു. അത് എ പിനോട് പറഞ്ഞിട്ടുണ്ട്, ഡി പിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ 2009 നടപടി കാലത്ത് ഞാൻ ചോദിച്ചു, അല്ല സർ, ഇങ്ങനൊരു മുജാഹിദ് പ്രവർത്തകൻ ഉണ്ടായാൽ അവൻ എന്തു ചെയ്യണം, എവിടേക്ക് അയക്കണം? അപ്പൊ അനസോളി ഇട്ടിട്ട് പറയാം, കണ്ടോ കേന്ദ്രം വേണമെന്നാ പറയുന്നത്. എവിടേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം മുജാഹിദായ സലഫിയായ ഒരാളുണ്ടെങ്കിലല്ലേ അയാളത്തേക്ക് അയക്കാൻ പറ്റുള്ളൂ. ഒരു ഖുറാബിനടുത്ത് അയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യണം, എനിക്ക് ചെയ്യണ പണിയില്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണമില്ല. അതാണ് ഈ കേട്ടോളൂ. മനസ്സിലായ വിഷയം. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് എങ്ങനെയൊക്കെ ബോധ്യപ്പെട്ടത്? ഷാർജയിലേക്കല്ല, എവിടേക്കാണോ? ഒരാൾ പോയി റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ള ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ ഈ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ, പിന്നെ എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകർഷമായി പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന സുഖം മാറി, ഇത് മാറില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്റെ കേൾഫിന്റെ CD കേട്ടിട്ട് ഇത് നിങ്ങൾ കേട്ടോളിന്ന് പറഞ്ഞു. ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇവനും പ്ലെയറും കൂടി കട്ടുമെന്നിട്ട് ഒന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താൻ്റെതാണെന്നാ തോന്നുന്നത്.
അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുണ്ട് ഒതോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പ് റിക്കാർഡിന്റെ സാധാ കാസറ്റാണ് തന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തെ കുറിച്ച് ഓതി നിൽക്കാതെ നല്ല ശേഷം എന്റെ നേരത്തെ കയറാൻ. അപ്പൊ കുറച്ചൊരു കഴിഞ്ഞപ്പോ വലിയ വിഷയപ്പത ഞാൻ ആയത്തിൽ കുറിച്ച് ഓതി എന്റെ നേരത്തെ കയറണ്ടെന്ന് വിചാരിച്ചു. എന്താ അങ്ങനെ വിചാരിച്ചൂടെ? അള്ളാന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആരുടെ നേരത്തും കയറൂലേ? അപ്പൊ ഒന്നും എടുത്ത് ആയത്തിൽ കുറിച്ച് നിന്നു. ഒരു പിശാചി വാദത്തെ വിചാരിക്കപ്പെടുന്ന ഒരാളുടെ അടുത്ത് അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടോ? ഒന്നെടുത്ത് അതെറ്റി ആയത്തിൽ കുറിച്ച് ഓതി അതെറ്റി പിശാചി കയറുമെന്ന് തെറ്റിദ്ധരിച്ചപ്പോ ഏജന്റെ മുക്കിൽ പറഞ്ഞ് പിശാചി കയറുന്നു. പിന്നെന്താ ആളുകളും തെറ്റിദ്ധരിക്കുക, പിശാചി കയറുന്ന ആൾ വിചാരിച്ച് വലിയ എന്തോ തെറ്റിയുടെ മാതിരി. ആദ്യം മുജാഹിദ് പ്രസ്ഥാനം എന്താന്ന് പഠിക്കുക. മാത്രല്ല കാസറ്റ് ഇട്ട് കൊടുത്ത് വലിയ കുറ്റമായിട്ടാ അപ്പൊ കാണുന്നത്. കേട്ടോളി, ജമിയത്തുൽ ഉലമ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ ചോദ്യം: തസ്ജീലു ജഹാസ് തസ്ജീൽ അല ആയാത്തി മിനൽ ഖുർആൻ ലിഇദ്ദത്തി സഅാത് ഇൻദൽ മരീദ് വൻതിസാഉ ആയാത്തി മുഅയ്യന തഖുസ്സു സിഹ്റ വഉഖ്റാ ലിൽജാൽ. ജവാബ് എന്താ ചോദ്യം എന്നറിയോ? ഖുർആനിലെ ആയത്തുകൾ കാസറ്റ് CD പ്ലെയറുകളും മറ്റും ഉപയോഗിച്ച് രോഗികളെ മണിക്കൂറോളം കേൾപ്പിക്കുന്നതും സിഹിർബാധ നീങ്ങാൻ ഒരായത്ത്, കണ്ണെഴുതി മറ്റൊരായത്ത്, ചിന്നുബാധയുടെ വേറെ ആയത്ത് എന്നിങ്ങനെ ആയത്തുകൾ നിശ്ചയിക്കുന്നതും അനുവദനീയമാണോ? മറുപടി: തസ്ജീൽ ജഹാസ് തസ്ജീൽ ബിൽ ഖിറാഅത്തി വൽ അദ്ഇയത്തി ലാ യുഗ്നി അനി റുഖിയ. കണ്ടോ, CD പ്ലെയറുകളോ കാസറ്റോ മറ്റോ ഉപയോഗിച്ച് ഖുർആൻ ഓതുന്നതോ മറ്റ് പ്രാർത്ഥന നടത്തുന്നതോ രോഗശമന പ്രാർത്ഥനയ്ക്ക് പകരമാവുകയില്ല. റുഖിയക്ക് മലയാളം കൊടുത്തതാ രോഗശമന പ്രാർത്ഥന. എന്നാ പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പോലെ, ദുആ എന്നാ പോലെ. റുഖിയ ശർഇയ്യ ആകണമെങ്കിൽ കാസറ്റ് മതിയാവൂലെന്നാ. അല്ല, കാസറ്റ് വെച്ചാൽ ഹറാമാണെന്നല്ല. എന്താ ജമിയത്തുൽ പറഞ്ഞ അതുകൂടി വായിച്ചു നോക്കിയിട്ടില്ല. ബാക്കി കേട്ടോളൂ. കാരണം അത് നിർവഹിക്കുമ്പോൾ വിശ്വാസവും നിയ്യത്തും ഒക്കെ ആവശ്യമാണ്. അതുപോലെ രോഗിയുടെ ശരീരത്തിൽ ഊതുന്നത് നേരിട്ടാണ്. ഇത്തരം ഉപകരണങ്ങളിലൂടെ ഇത് സാധ്യമല്ല. അപ്പൊ റുഖിയ എന്ന് പറഞ്ഞാൽ കാസറ്റ് ഇട്ട് കൊടുത്താൽ റുഖിയാവൂല. ഊതിക്കൊടുക്കണം. കാസറ്റിന് ഊതാൻ പറ്റുമോ? തടവി കൊടുക്കണം. കാസറ്റ് തടവാൻ പറ്റുമോ? അപ്പൊ നിയ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു അമലാണത്. അതുകൊണ്ട് റുഖിയക്ക് കാസറ്റ് പകരാവൂലാന്നാ. കാസറ്റ് ഇട്ടുകൊടുത്താൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നോ ഹറാമാകുന്നല്ല. ഹനീഫി മനസ്സും എഴുതിയതാണ്, ഓരിക്കല്ല തിരിഞ്ഞിട്ടില്ല. എന്നാ എഴുതിയത്? അപ്പൊ കാസറ്റ് ഹറാമാന്നാ പ്രസംഗിച്ചിറക്കണത്. നിങ്ങൾ എഴുതിയ ബുക്കല്ലത്. എന്റെ കുറ്റപത്രത്തിൽ ഹനീഫി മനസ്സിന്റെ നേതൃത്വത്തിൽ ആ ബുക്ക് ഉണ്ടാക്കിയെന്നാണ്. ജമിയത്തുൽ മേലെ തലനിരച്ച 2 പണ്ഡിതന്മാരാണല്ലോ, ഓലെ നേതൃത്വത്തിൽ ബുക്ക് ഉണ്ടാക്കാം. ഇരിക്കട്ടെ, ഇനി കേട്ടോളി, കാസറ്റ് വിദ്യാത്താന്ന് മൂവർ സംഘത്തിന്റെ നേതാവ് പറയുന്നത് കേട്ടോളി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു റുഖിയ ശർഇയ്യ ഇറങ്ങിയിട്ടുണ്ട്. അത് ബുക്കായിട്ടും CD ആയിട്ടും സ്വകാര്യമായി പലരുടെയും കൈകളിൽ വീടുകളിൽ വന്നെത്തിയിട്ടുണ്ട്. ആ CD പ്ലെയർ ഇട്ടുകൊണ്ടാണ് റുഖിയ ശർഇയ്യ കാതിൽ വെച്ച് കേൾക്കുന്നത്, രോഗിയുടെ കാതിൽ വെച്ച് കേൾപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു റുഖിയ ശർഇയ്യ ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തെ ചെയ്തിട്ടില്ല. അത് തെറ്റാണ്, ബിദ്അത്താണ്, അനാചാരമാണ്. ഇതേപോലെ തന്നെ കുറെ ആളുകളെ ഇരുത്തിക്കൊണ്ടുള്ള റുഖിയ ശർഇയ്യ ഇവിടെ മൈക്ക് വെച്ചുകൊണ്ട് ഈ കാസറ്റ് കേൾപ്പിക്കുന്ന സമ്പ്രദായം ഇത് ഇസ്ലാമിന് അന്യമാണ്, ബിദ്അത്താണ്, അനാചാരമാണ്. എത്തപ്പേൾ പറഞ്ഞ് കാസറ്റ് ഒക്കെ വിദഗ്ധാണ്. ഖുർആൻ കാസറ്റ് വിദഗ്ധാ? നമ്മളൊക്കെ എത്ര വീട്ടിൽ കാസറ്റ് ഉണ്ട്? ഖുർആൻ കാസറ്റ് അത് കേൾക്കൽ വിദഗ്ധാ? ചവിട്ടിലൊക്കെ വിദഗ്ധാ? നബി ചെയ്തിട്ടില്ല. നബി ചെയ്തോ കാസറ്റ് ഇറക്കല്? നബി ഇപ്പൊ ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കിയ നബി ഇങ്ങനെ മൈക്കി പ്രസംഗിച്ചു. എന്ത് പോഴത്താ ഇയാൾ പറയുന്നത്? അപ്പൊ ബുക്ക് ഇയാൾ ഇറക്കിയ ബുക്കിലുള്ളത് കൂടി മറന്നുപോയി. കാസറ്റ് വെച്ച് കൊടുത്താൽ റുഖിയക്ക് പകരാവൂല എന്നാ പറഞ്ഞത്. ഫത്വയിലുണ്ടാക്കിയാൽ നിങ്ങൾ കോട്ടി മാറ്റണ്ട. കാസറ്റ് വെച്ചിട്ട് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. റുഖിയ പകരാവൂല. കാരണം റുഖിയ തന്നെ ഒരു അമലാണ്, നിയ്യത്തോടുകൂടി ചെയ്യേണ്ട അമലാണ്. കാസറ്റ് നിയ്യത്തോട് അമൽ ചെയ്യാൻ പറ്റുമോ? അതിന് ബുദ്ധിയുണ്ടോ? അതൊരു സാധനല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് കടവത്തൂരിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കാണ്. തെറ്റിദ്ധരിപ്പിച്ച സുഹൃത്തുക്കളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ ജാബിറിന്റെ കാര്യം മറന്നു പോകരുത്. ഇന്നലെ പിരിഞ്ഞു പോരുമ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ പറഞ്ഞു, അല്ലാഹു മഗ്ഫിർ ലഹു ഉപ്പ പറഞ്ഞാ പോരാ, തൂലൽ ഹയാത്ത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ എന്റെ മോന് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, ഈ അവസാന സമയത്ത് മരിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് ഇസ്ലാഹിൽ അമീർ ഫോൺ ചെയ്തു. എന്റെ അഭിമുഖം
ഇസ്ലാഹിൽ വന്നിരുന്നു ഈ ജിന്നസീർ വിഷയത്തിലുള്ള ഈ പുതിയ വിവാദം ഉണ്ടായപ്പോ മുജാഹിദ് പ്രസ്ഥാനം പുതിയ വിവാദങ്ങളും 7 ലക്കം വന്നു. അത് പുസ്തകമാക്കി ഇറക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ജാബിറിന്. അപ്പോ അത് പുസ്തകമാക്കി ഇറക്കണം വേണ്ടി അത് എത്ര റുപ്യാകുന്ന അമീറിനോട് ചോദിച്ചു. അമീർ പറഞ്ഞ 54,000 റുപ്യാകുന്ന പറഞ്ഞത്. ആ വിഷയം ഞാനിപ്പോ ജാബിറിനെ വിളിച്ച് സംസാരിച്ചു. ദുബൈന്നോ മറ്റോ നമുക്കതിന് പൈസ ശരിയാക്കാം എന്ന് ജാബിർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമീർ ഫോൺ വെച്ചു. അരമണിക്കൂർ അതിന്റെ ഫോൺ വരുന്ന ജാബിർ മരിച്ചു. എങ്ങനെ എനിക്ക് മറക്കാൻ പറ്റും സുഹൃത്തുക്കളെ? ആലോചിച്ചോക്കികളെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ആദർശത്തിനൊപ്പമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. സ്വന്തം ജ്യേഷ്ഠൻ അവിടെ ചെന്ന് മുഖാമുഖം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ തലേന്ന് ചോദ്യം തയ്യാറാക്കി പ്രവർത്തകരെ സജ്ജമാക്കിയ സഹോദരൻ. അതാണ് തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മയ്യത്ത് നിസ്കാരം കരച്ചിലോട് കരച്ചിലായിരുന്നു, അത്രമാത്രം. അതുകൊണ്ട് ഈ ആദർശത്തിന് വേണ്ടി പൊരുതി നെയ്റ്റിയിൽ വിയർപ്പ് കണമായി മരിച്ച ആളാണ് നമ്മുടെ ജാബിർ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച് അപ്പുറത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ഈ ശിർക്ക് ആരോപണം അവസാനിപ്പിച്ച് യഥാർത്ഥ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മൂവർ സംഘത്തിന്റെ കെണിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ആദർശത്തെയും ഈ പ്രസ്ഥാനത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കൊണ്ടുപോകണം സലഫി പ്രവർത്തനത്തോട് സ്നേഹപൂർവ്വം. അതുപോലെ ശിർക്ക് ആരോപിക്കുന്നത് എനിക്ക് പറയാനുള്ളത് എന്ന ഈ നോട്ടീസ് നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോകണം. അവസാനം അതിൽ പറഞ്ഞ വാചകം നിങ്ങൾ ഓർക്കണം. ജനപ്രദേശത്തോ മരുഭൂമിയിലോ യാ ഇബാദല്ലാഹ് എന്നല്ല യാ അല്ലാഹ് എന്നാണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ ആവർത്തിച്ച ആദർശം ഇവിടെയും വ്യക്തമാക്കുന്നു. എന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നവർ അതിന്റെ ഗൗരവം മനസ്സിലാക്കി പിന്തിരിയണമെന്നും പരലോകം സൂക്ഷിക്കണമെന്നും ഞാൻ വിനീതമായി ആവശ്യപ്പെടുന്നു. സത്യം സത്യമായി മനസ്സിലാക്കാനും പ്രബോധന രംഗത്ത് ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും അല്ലാഹു സഹായിക്കട്ടെ. ഇതാണ് സുഹൃത്തുക്കളെ നമുക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. സത്യനിഷേധികളുടെ മുഖങ്ങൾ ഇങ്ങനെ ആ നരകത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ വിലപിക്കുകയാണ്. യാ ലൈതനാ തഅന അല്ലാഹ വ തഅന റസൂല. ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. റബ്ബനാ ഇന്നാ തഅന സാദതനാ വ കുബറാഅനാ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ വലിയവന്മാരെ പിൻപറ്റിപ്പോയി. ഫഅല്ലൂന സബീലാ. അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. റബ്ബനാ ആതിഹിം ളിഅഫൈന മിനൽ അദാബ്. പടച്ചവനെ അവർക്ക് രണ്ടിരട്ടി ശിക്ഷ കൊടുക്കണേ. വൽഅൻഹും ലഅനം കബീറ. അവരെ അതിയായി ശപിക്കണേ. ഇത് സത്യനിഷേധികളെ കുറിച്ച് പറയുന്ന വാക്കാണ്. നേതാക്കന്മാരുടെ വാക്ക് ശരി തെറ്റുകൾ നോക്കാതെ ഇടവും വലവും നോക്കാതെ നേതാവ് പറഞ്ഞതല്ലേ, പണ്ഡിത സമിതി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു വിഴുങ്ങി നടന്നാൽ നാളെ പരലോകത്ത് കൈകടിക്കേണ്ടി വരും. നേതാക്കൾ അനുയായികൾ ഒഴിഞ്ഞു മാറുന്ന രംഗമാണ് പരലോകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം തഖ്ലീദിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞതും നിങ്ങൾ തഖ്ലീദ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ആര് പറഞ്ഞതും നിങ്ങൾ തഖ്ലീദ് ചെയ്യരുത്. സുഹൃത്തുക്കളെ, ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ആദർശ പ്രചരണവുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ നാട്ടിലൊറ്റപ്പെടും, വീട്ടിലൊറ്റപ്പെടും, മഹലിലൊറ്റപ്പെടും. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ അവസാന കാലത്ത് മുറുകെ പിടിക്കുന്നവർ ഒറ്റപ്പെട്ട ചില ആളുകളായിരിക്കും എന്ന റസൂലുള്ളാഹിന്റെ വചനം അത് നാം ഓർക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തുള്ള ചില ആളുകൾ ഈ പരിപാടി വീക്ഷിക്കാൻ വന്നിട്ടുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനം തെറ്റുകൾ മൂടിവെച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല. തെറ്റുകൾ കണ്ടാൽ അത് ഉള്ളിൽ തിരുത്താൻ പരമാവധി ശ്രമിക്കും. നടന്നില്ലെങ്കിൽ പുറത്തിറങ്ങി ആ തെറ്റു തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ തെറ്റുകൾ അംഗീകരിച്ചു കൊടുത്ത് സംഘടനയ്ക്ക് വേണ്ടി സത്യം മൂടിവെക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ പ്രസ്ഥാനമെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തുള്ളവരോട് പറയുകയാണ്. മണവൂർ വിഭാഗം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയം സീരിയസ് ആയി പഠിക്കണം. നിങ്ങൾ KNM-ൽ അടിക്കാനുള്ള തുരുപ്പ് ചീട്ടി എന്ന നിലയിൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങളെ കണ്ടിരുന്നത്. അത് മാറ്റി നിങ്ങൾ യഥാർത്ഥ ദീനിന്റെ വശമാണിതെന്നും ഖുർആനിലും ഹദീസിലും പരാമർശിച്ച വിഷയമാണെന്നും മനസ്സിലാക്കി പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, എന്റെ വാക്കിലോ എന്റെ പ്രയോഗങ്ങളിലോ എന്തെങ്കിലും ഒരു അബദ്ധമോ എന്തെങ്കിലും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആരോടും ഒരു വ്യക്തിവിരോധവും നമുക്കില്ല. അബ്ദുറഹ്മാൻ സലഫിയോടോ അല്ലെങ്കിൽ അനസ് മുസ്ലിയാരോടോ അനീഫ് കായക്കൊടിയോടോ ആരോടും നമുക്കൊരു വ്യക്തിവിരോധവുമില്ല. ആദർശത്തിന്റെ പേരിലുള്ള രോഷം. മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു തൗഹീദിലായി 2012 വരെ നിലനിന്നുവോ ആ തൗഹീദിൽ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ യാതൊരു ഭേദഗതിയും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു സഹായം ചോദിക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല.
ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു വരുത്തി സാധാരണക്കാരെ ചേരിതിരിച്ച് മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കി ഏട്ടനെയും മണിയനെയും തമ്മിൽ തെറ്റിച്ച് കുടുംബക്കാരെ തമ്മിൽ തെറ്റിച്ച് ഇനിയും ഒരു ഭിന്നിപ്പും കക്ഷിത്വവും ചിത്രതയും ഉണ്ടാക്കുന്നത് ആർക്കാണ് ഉപകാരം ചെയ്യുക? ആർക്കും ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ സംഘടന ഇനിയും ഒരു പിളർപ്പിലേക്ക് എത്തിക്കാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ നമ്മളൊന്നായി ശ്രമിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം നിലകൊള്ളണം. ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കാൻ സത്യവും അസത്യവും നെല്ലും പതിരും പോലെ കൂടിക്കഴിഞ്ഞ ഈ കാലത്ത് നാം അല്പം അധ്വാനിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഗൗരവപൂർവം ഇത് മനസ്ഥിതി മാറ്റിവെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, ലജ്ന ദായിമയുടെ ഫത്വ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ലജ്ന ദായിമ യാ ഇബാദല്ലാഹ് ശിർക്കാണെന്ന് ഫത്വ കൊടുത്തിരിക്കുന്നു എന്നാണ് ഹനീഫ് കായക്കോട് ഇവിടെ വായിച്ചു തെറ്റിദ്ധരിപ്പിച്ചത്. എന്നാൽ സുഹൃത്തുക്കളെ, ലജ്നയുടെ റഈസായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? മഹല്ലു നളരിൻ ഫീ സിഹതി, ആ ഹദീസ് സഹീഹാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സഹീഹാണെന്ന് പറയാൻ കഴിയില്ല. വഖദ് യകൂലു മിനൽ മലായിക, ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശം മലക്കുകളായിരിക്കാം. വമിൻ മുഅ്മിനി അൽ ജിൻ, ചിലപ്പോൾ മുസ്ലിം ജിന്നുകളാകാം. വഹാഉലായി ഹാളിറൂൻ, അവരാ വിജനപ്രദേശത്ത് ഹാജറുള്ളവരാണ്. വലൈസ ദുആഅൻ ലിഗായിബിൻ, അത് മറഞ്ഞവരോടുള്ള പ്രാർത്ഥനയല്ല. അപ്പൊ യാ ഇബാദല്ലാഹിലുള്ള വിളി ഹാലിറിനോടുള്ള, അവിടെ സന്നിഹിതരായവരോടുള്ള സാധാരണ വിളിയാണ്, ഗായിബീങ്ങളോടുള്ള തേട്ടമല്ല, പ്രാർത്ഥനയല്ല. അപ്പൊ സുഹൃത്തുക്കളെ, അതിനെതിരായിട്ട് ലജ്ന വേറെ ഫത്വ കൊടുക്കോ? അതുകൊണ്ട് ഈ ഫത്വ ഇവരാരും പറയില്ല. ഇത് ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് മറുപടി പറയാൻ ശ്രമിച്ചു. ഹനീഫ് ഒരു സ്ഥലത്ത് പറഞ്ഞു അത് ലജ്ന ഷെയ്ഖ് ഇബ്നു ബാസ് എഴുതിയതല്ലല്ലോ. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ഇബ്നു ബാസ് കൈകൊണ്ട് എഴുതിയതല്ലല്ലോ. ഇബ്നു ബാസ് കണ്ണ് കാണാൻ തളയാൻ കൈകൊണ്ട് ഒന്നും എഴുതൂല. അദ്ദേഹത്തിന്റെ കാലശേഷം ശിഷ്യന്മാർ ക്രോഡീകരിച്ചതല്ലേ എന്താ? അല്ലും ഇമാം ഷാഫിയുടെ ഗ്രന്ഥം ആര് ക്രോഡീകരിച്ചതാ? ശിഷ്യന്മാർ ക്രോഡീകരിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള നൊണ്ടി ന്യായം പറഞ്ഞ് ഈ ഫത്വയെ തള്ളിക്കളയുന്നവർ ലജ്ന ദായിമ ഒരിക്കലും തന്നെ ഇപ്പോൾ ജമിയത്തുൽ പറയുന്ന ഈ കാര്യത്തിന് ഫത്വ കൊടുത്തിട്ടില്ല. ഇപ്പൊ പറയാണ് 6ഓളം മഹാപണ്ഡിതന്മാർ ഒപ്പിട്ട ഫത്വക്കടിയിൽ ഒപ്പിടാൻ സക്കരിയ സലാഹിയോട് പറഞ്ഞപ്പോൾ സക്കരിയ സലാഹി തയ്യാറായില്ല എന്നാ പറയുന്നത്. എങ്ങനെ ഞാൻ ഒപ്പിടും? അവര് പറയാത്ത, അവരുദ്ദേശിക്കാത്ത അർത്ഥത്തിന് അവർ ഫത്വ വ്യാഖ്യാനിച്ചാൽ എനിക്കതിനടിയിൽ ഒപ്പിടാൻ പറ്റുമോ? ഇതുമായി പരലോകത്ത് അവര് വരില്ലേ? അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആ കാര്യം വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. കഴിഞ്ഞ വിശദീകരണ യോഗങ്ങളുടെ CD, പ്രത്യേകിച്ചും കണ്ണൂർ വിശദീകരണത്തിന്റെ CD ഇപ്പോ അടുത്ത ദിവസം പുറത്തിറങ്ങിയതാണ്. വാങ്ങണം, കൊണ്ടുപോകണം, സീരിയസ് ആയി ഗൗരവപൂർവ്വം പഠിക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ പ്രതിസന്ധിയെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറികടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ബഹുമാനരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാദാപുരത്തു നിന്നും ബഹുമാനനായ പണ്ഡിതൻ സക്കരിയ സലാഹി അവരുടെ പ്രൗഢമായ ആശയ വിശദീകരണ പ്രോഗ്രാമിലായിരുന്നു നമ്മൾ ഏതാനും മണിക്കൂറുകൾ.
ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇസ്ലാമിക വിജ്ഞാനം തേടി വന്നെത്തിയിട്ടുള്ള എന്റെ ബഹുമാനരായ സഹോദരങ്ങളോട് വളരെ പ്രധാനമായി പറയാനുള്ളത്, നമുക്കാർക്കും അറിയില്ല നമ്മുടെ ജീവിതത്തിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. പല പ്രഭാഷണങ്ങളിലും പല സന്ദർഭങ്ങളിലും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ മരണം നമ്മളിലേക്ക് കടന്നു വരും. നേരത്തെ കേട്ടതുപോലെ ബഹുമാനനായ നമ്മുടെ സൗദി അറേബ്യയിലെ ബുറൈദയിലെ ജാലിയാത്തിൽ വർക്ക് ചെയ്തിരുന്ന ജാബിർ കായക്കുടിയുടെ മരണം നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞ വാർത്തകളിൽ നിന്നാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഞാനും അദ്ദേഹം ധാരാളമായി സംസാരിക്കുകയും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്നെ തെറി പറഞ്ഞുകൊണ്ട് ഖുറാഫികൾ ഫോൺ ചെയ്ത ഫോണിൽ ആരാണ് നിങ്ങളെങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ച് എന്റെ ഫോൺ വാങ്ങി അവരുമായി നല്ല നർമ്മസ്വരത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് അതിന് ശേഷമാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് സജീവമായ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആളുകൾക്കിടയിൽ അംഗീകാരമുണ്ടായിരുന്ന നമ്മുടെ ബഹുമാനനായ പ്രബോധകൻ എത്ര പെട്ടെന്നാണ് നമ്മളോട് വിട പറഞ്ഞു പോയത്. പെട്രോൾ പമ്പിലേക്ക് ടൂ വീലർ തിരിക്കുന്നതിനിടയിൽ ചീറിപ്പാഞ്ഞു വന്ന വണ്ടിയിടിച്ച് എത്ര എളുപ്പത്തിലാണ് അള്ളാഹുലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളാരും ആ വാർത്ത കേട്ട് പകച്ചു നിന്നു. പക്ഷെ നമ്മൾ ഓർത്തില്ല നാളെ നമ്മൾ ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മരിച്ചു പോകും. അതിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ് പടച്ചതമ്പുരാൻ നമ്മെ ഏത് നിമിഷമാണോ വിളിക്കുന്നത് ആ സന്ദർഭത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന 12-ാം അധ്യായം 101-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഹ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ, സ്വപ്ന വ്യാഖ്യാനത്തിൽ നീ എനിക്ക് നൽകുകയും രാജാധികാരത്തിൽ നീ എനിക്ക് ഒരു ഓഹരി നൽകുകയും സ്വപ്ന വ്യാഖ്യാനം എന്ന മഹത്തായ കഴിവിനെ നീ എനിക്ക് നൽകുകയും ആകാശഭൂമികളുടെ തമ്പുരാനാണ് റബ്ബേ നീ എന്ന്. നീയാണ് എന്റെ വലിയ. ആകാശ ലോകത്തും ഭൂമി ലോകത്തും നീയാണ് എന്റെ വലിയ. അതുകൊണ്ട് പടച്ചവനെ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകന്മാർ വരെ മുസ്ലിങ്ങളായി മരിക്കുവാനും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമാണ് അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ നാം കാണുന്ന വളരെ പ്രധാനമായ ഒരു ആയത്ത് നിങ്ങൾക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. 102-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിലൂടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും പ്രവാചക സുന്നത്തിലൂടെ ജീവിതത്തെ വിമലീകരിക്കുകയും അലാ ഫഇന്ന ഫിൽ ജസദി മുദഅത്തൻ ഇദാ സ്വലഹതു സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദതു ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അത് നിങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയമാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. സന്താനങ്ങളും സ്വത്തുക്കളും ഒന്നും ഉപകരിക്കാത്ത പരലോകത്ത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി ആരല്ലാഹുവിനെ കണ്ടുമുട്ടുന്നുവോ സന്താനങ്ങളും സമ്പാദ്യവും നമുക്ക് പ്രയോജനപ്പെടാത്ത ഒരു ദിവസം അത് വരാനുണ്ട് എന്ന ഓർമ്മ നമുക്ക് വേണം. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശുദ്ധീകരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ കാര്യം. ഇത് മറന്നുകൊണ്ടാണ് ആധുനിക സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ശക്തമായി തൗഹീദ് എത്തിച്ചു കൊടുക്കുകയും അല്ലാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നവരെ ആ ശിർക്കിൽ നിന്ന് മോചിപ്പിക്കുകയും തൗഹീദിന്റെ സുന്ദരമായ മേഖലകളിലേക്ക് അവരെ കൊണ്ടുവരികയും
സുന്നത്ത് എന്താണ് എന്നവരെ പഠിപ്പിച്ചു കൊടുക്കുകയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും നല്ല മനുഷ്യരായി ജീവിക്കുകയും ചെയ്യാൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ മണിക്കൂറുകളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമെന്ന ഓർമ്മ നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പ്രബോധകന്മാർക്കും നമുക്ക് നേതൃത്വം നൽകുന്ന നല്ല നേതാക്കന്മാർക്കും വേണ്ടി നിരന്തരമായ നമുക്ക് പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമുക്ക് ഇൽമ പകർന്നിരുന്ന പണ്ഡിതന്മാരുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളോട് വിട പറഞ്ഞു പോയ യുവപ്രബോധകനായ ജാബിർ കായ്ക്കുടിയെ നിങ്ങൾ ഓർക്കണം. അതിനു മുമ്പ് മരിച്ചുപോയ ധാരാളം ആളുകൾ നമ്മുടെ പ്രബോധകരായുണ്ട്. എന്തിനും സൗദിയിലെ ജിദ്ദയിലെ ദായിയായ മൊയ്ൻകുട്ടി മദനി ഇന്ന് അസുഖം ബാധിച്ചു ഹോസ്പിറ്റലിലാണ്. അവരെയെല്ലാം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മനുഷ്യരെന്ന നിലയിലുള്ള മാനുഷികമായ തെറ്റുകളുടെ പേരിൽ, ചെറിയ ചെറിയ ന്യൂനതകളുടെ പേരിൽ ആരെയും ഓർക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും ഓർക്കുകയും തൗഹീദുള്ളവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഒരു മേശയുടെ ചുറ്റിലും ഇരുന്ന് തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പരിഹരിക്കുകയും ഏറ്റവും നല്ലതായ രൂപത്തിൽ ജീവിതത്തെ നോക്കിക്കാണുകയും നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരായി സ്വർഗാവകാശികളാകാൻ നാം അത്യുദ്ധ്വാനിക്കുക. കിടമത്സരങ്ങൾ നടത്തുന്നവർ ആ പരലോകത്തിന് വേണ്ടി കിടമത്സരം നടത്തിക്കൊള്ളട്ടെ എന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ വാക്കുറത്തുകൊണ്ട് നാം സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതു കേട്ടിട്ടില്ലാത്തതും ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്തതുമായ ആ മഹാസ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. മറന്നുപോകരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, എന്തിനാണ് എല്ലാവരും കൈ ഉയർത്തി നിൽക്കുന്നത്? എന്താ കാര്യം എന്നറിയില്ല. നമ്മുടെ ബഹുമാന്യനായ SS ചങ്ങലേരി കൈ ഉയർത്തിയിട്ടുണ്ട്. ചങ്ങലേരിക്ക് മൈക്ക് വേണമെങ്കിൽ അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. അല്ലാതെ എല്ലാവരും മൈക്ക് എടുത്ത് ഒരു ഡിസ്കഷൻ ഇപ്പൊ നടത്തേണ്ട കാര്യമില്ല. ചങ്ങലേരി മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറഞ്ഞത് ചെങ്ങലേരി കേട്ടില്ലേ? SS ചെങ്ങലേരി, താങ്കൾക്ക് മൈക്ക് വേണമെങ്കിൽ എടുക്കുക. അല്ലാതെ എല്ലാവരും കൂടെ മൈക്ക് എടുത്തിട്ട് ഒരു ഡിസ്കഷൻ, ഒരു ചർച്ചയുടെ സമയമായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് മൈക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ CD പ്ലേ ചെയ്യുക. ഇപ്പൊ സമയം 8 മണിയേ ആയിട്ടുള്ളൂ. ഈ സമയത്ത് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മള് തൗഹീദ് പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകാനാണ് നമ്മുടെ റൂമിൽ അങ്ങനെയുള്ള ചർച്ചയാണ് ആവശ്യം. ഈ സമയത്ത് ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ എല്ലാവരും ജിന്നിനെയും പിശാചിനെയും വിളിച്ചു കൊണ്ടുവരികയുള്ളൂ ഈ റൂമിലേക്ക് വീണ്ടും. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല. ഏത് സമയത്തായാലും അള്ളാഹുവിനെ വിളിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ റൂമിലുള്ളവർ. അന്നേരം എല്ലാവരും കൂടെ ഇനി ജിന്നിനെയും കൊണ്ട് ഈ റൂമിലോട്ട് ഈ സമയത്ത് വരേണ്ട. ജിന്നിനെയും കൊണ്ട് വരുന്നവനെ ബോൺസാണ്. ആര് വന്നാലും, അഡ്മിനായാലും പ്രവർത്തകനായാലും ഏതവനായാലും ജിന്നിനെ കൊണ്ടാണ് റൂമിലോട്ട് ഇപ്പോൾ വരുന്നതെങ്കിൽ ബോൺസാണ്. മൈക്ക് എടുക്കുന്നതിന് വിരോധമില്ല എന്നുകൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കൈപൊത്തി നിൽക്കുന്നവരിൽ നമ്മുടെ ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും മൈക്കെടുക്കുക. SS ടെങ്കിലിനോട് മൈക്കെടുക്കാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടോന്നറിയില്ല. അദ്ദേഹം പോയില്ലേ, അവിടെ ഇല്ല. പിന്നെ ഇപ്പൊ നമ്മുടെ നാദാപുരത്ത് നടന്ന സഖറിയ സലാഹിയുടെ ആ പ്രഭാഷണം സംബന്ധിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം ഏതൊരു ചെറിയ കുട്ടിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചാൽ പോലും മനസ്സിലാവുന്ന രീതിയിലാണ് സഖറിയ സലാഹി കാര്യങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്നെ അദ്ദേഹം വിവരിച്ചെടുക്കാൻ കൂടുതലൊരു ചർച്ച നടത്തിയിട്ടോടെ അത് വിവരിക്കാനൊന്നുമില്ല. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ, വളരെ വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം കുറെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും വളരെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്, എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇനിയിപ്പോ ഇവിടെ നമ്മളതിന് ഒന്ന് എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കാൻ ആവശ്യമുള്ളവർക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ അഡ്മിന്മാർ അത് പ്ലേ ചെയ്യുക. ഉസ്താദന്മാർ ആരുണ്ടെങ്കിൽ മൈക്കെടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ല, അദ്ദേഹം പോയി. ഓക്കെ, അപ്പോൾ ഒരു ചർച്ച സമയം ഇപ്പൊ ഇല്ല. അഡ്മിന്മാർ മൈക്കെടുക്കുക, എന്താണ് അടുത്ത പരിപാടിയെങ്കിൽ അത് കൊടുക്കുക. ലൈവ് നേരത്തെ എഴുതി കാണിച്ചിരുന്ന ലൈവ് അറിയില്ല. അഡ്മിൻസ് മുകളിലേക്ക് വരാം, അടുത്ത പ്രോഗ്രാം കൊടുക്കുന്ന അഡ്മിൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, മുഹമ്മദ് പള്ളിക്കൽ വന്നിട്ടുണ്ട്. ബാക്കി ആൾക്കാർ കൈ താഴ്ത്തിക്കോളൂ, ചർച്ചയ്ക്ക് സമയമില്ല. ഇനി ഏതെങ്കിലും ഉസ്താദുമാരാണ് കൈ പൊക്കി നിൽക്കുന്നെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ആരും മൈക്കെടുത്താലും മലയാള ഇസ്ലാമിക് ക്ലാസ് റൂം ഉള്ള കാലത്തോളം ആരും മൈക്ക് നിങ്ങളുടെ മൈക്ക് പോയിട്ടോ, ഞാൻ മൈക്ക് ലിസ്റ്റിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർമാരെ, അങ്ങനെയാണെങ്കിൽ CD പ്ലേ ചെയ്യുക. ഈ കൈ ഉയർത്തിയിരിക്കുന്നവർക്ക് കൈ താഴ്ത്തി എത്ര നേരം എത്ര ആളുകൾ പറഞ്ഞപ്പം എന്താ അത് ശ്രദ്ധിക്കാത്തത്? അല്ല അവിടെ ബിസി ആയിരിക്കുകയാണോ? അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാർമാരെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. സഹോദരന്മാരെ, ഈ കൈ ഉയർത്തിയിരിക്കുന്നവരെല്ലാം ഒന്ന് കൈ താഴ്ത്തുക, അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് നിർത്തേണ്ടി വരും. ദയവ് ചെയ്ത് അത് പാലിക്കുക. ഇവിടെ അഡ്മിന്മാർ പറയുന്നത് ശ്രദ്ധിക്കുക ദയവ് ചെയ്ത്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ചർച്ച ആരംഭിക്കുന്നില്ല. ഇപ്പോൾ അനീഫ്ക നേരത്തെ പറഞ്ഞതുപോലെ CD പ്ലേ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് കൈ താഴ്ത്തുക. ഉസ്താദ്മാരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തേടാൻ സാധിക്കുന്നു എന്നതും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, കാര്യങ്ങളൊക്കെ ശരിക്ക് കേട്ട് മനസ്സിലാക്കാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങൾ വല്ലാതെയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 23-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഉറക്കം ആ നിഅമത്ത് അനുഭവിക്കുന്നതിലൂടെ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട് എന്നാണല്ലോ അല്ലാഹു പറയുന്നത്. എന്താണ് ഇപ്പോൾ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര ചിന്തിക്കാനുള്ളത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. വാസ്തവത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഓരോ മര്യാദകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങളെയും നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന നിലക്കാണ് ആ രൂപത്തിലുള്ള അദബുകളും മര്യാദകളുമെല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്പം ആലോചിച്ചാൽ നമുക്കേവർക്കും ബോധ്യമാകും. നിങ്ങൾ നോക്കൂ, മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും മുറിച്ചു കളയുന്ന, ഹനിച്ചു കളയുന്ന, വിച്ഛേദിക്കുന്ന